ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഈ പട്ടാളക്കാരുണ്ടല്ലോ, മിലിറ്ററി, ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ് ഈ യുദ്ധങ്ങൾ ചെയ്യുന്നത്? അതായത് ഈ വെയിലത്തും മഞ്ഞത്തും ഈ കഠിനമായിട്ടുള്ള യുദ്ധഭൂമിയിലുള്ള സിറ്റുവേഷൻസിലൊക്കെ ബുള്ളറ്റ്സിൻ്റെയും ബോംബുകളുടെയൊക്കെ ഇടയിലൂടെ ഇവർ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് അഭിമാനമാണ് നമ്മുടെ പട്ടാളക്കാരനെ കുറിച്ച് ഓർക്കുമ്പോൾ. കാരണം നമ്മളൊക്കെ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുന്നത് തന്നെ അവരവിടെ പോയി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആ ഒരു നെറേറ്റീവാണ് നമ്മളെപ്പോഴും ഇങ്ങനെ കേൾക്കുക. പക്ഷേ ഒന്ന് ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും ഈ യുദ്ധം നടക്കുന്നതാണോ അതോ യുദ്ധം തനിയെ ഉണ്ടാവുന്നതാണോ? എങ്ങനെ ഈ യുദ്ധം ഉണ്ടാവുന്നു? യുദ്ധം ഉണ്ടാവുമ്പോഴാണല്ലോ പട്ടാളക്കാരൻ്റെ ആവശ്യം. അവരവിടെ പോയി ഇരുന്ന് ജീവൻ പണയം വെച്ച് ഇങ്ങനെ ഓരോ യുദ്ധഭൂമിയിൽ പോയി ഓരോ ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു യുദ്ധം ഉണ്ടാവുമ്പോഴാണല്ലോ. അപ്പോൾ ഈ യുദ്ധങ്ങളൊക്കെ ശരിക്കും എങ്ങനെ ഉണ്ടാവുന്നു? ആർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പട്ടാളക്കാർ അവരുടെ ജീവൻ കൊടുക്കുന്നത്? ശരിക്കും ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരു കണക്കുണ്ട്, ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വേൾഡ് വാർ ഫസ്റ്റിൽ 11 മില്യൺ പട്ടാളക്കാർ മരിച്ചു. വേൾഡ് വാർ സെക്കൻഡിൽ 25 മില്യൺ പട്ടാളക്കാർ മരിച്ചു. പിന്നെ നമ്മുടെ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യ പാകിസ്ഥാൻ അറിയാലോ, ലക്ഷക്കണക്കിന് ആൾക്കാരാണ് മരിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതിപ്പോൾ ഒരു യുദ്ധം, കാർഗിൽ വാർ, പെർട്ടിക്കുലർ യുദ്ധം എടുത്താലും കുറേ ഒരു സ്പാൻ ഓഫ് ഇയേഴ്സ് എടുത്താലും ഇപ്പോഴും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ന്യൂസിൽ കാണാം ഇത്ര പട്ടാളക്കാർ മരിച്ചു, അവിടെ വന്ന് അറ്റാക്ക് ചെയ്തു, മരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോഴും ന്യൂസിൽ കാണാം. അപ്പോൾ ഇതൊന്നും സിവിലിയൻസിൻ്റെ കണക്കല്ല കേട്ടോ. വേൾഡ് വാർ ഫസ്റ്റും സെക്കൻഡൊക്കെ പറഞ്ഞത് പട്ടാളക്കാരുടെ മാത്രം കണക്കാണ്. സിവിലിയൻസിൻ്റെ കണക്ക് വേറെ, മനുഷ്യൻ വേറെ ഉള്ള നാട്ടുകാരുടെ കണക്ക് വേറെയാണ്. ഇത് പട്ടാളക്കാരുടെ മാത്രം കണക്കാണ്. അപ്പോൾ ഇതെന്താ ഒരു സംഭവം? ഈ വെറുതെ ചുമ്മാ എന്തിനാണ് ഇവർ ആക്ച്വലി ഫൈറ്റ് ചെയ്യുന്നത്? ഈ ബോർഡർ പ്രശ്നം ഉള്ളതുകൊണ്ടാണോ? കുറേ ഇങ്ങനെ ഇമാജിനറി ലൈൻസ് ഈ കുറേ ബ്രിട്ടീഷുകാരും ഫ്രാൻസുകാരൊക്കെ വരച്ച് പോയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ട് രാജാക്കന്മാർ മണ്ണിനും പെണ്ണിനൊക്കെ വേണ്ടി കുറേ ഫൈറ്റൊക്കെ ചെയ്തിട്ടുണ്ട്, യുദ്ധങ്ങൾ. അന്നത്തെ ചെറുപ്പക്കാർ യങ് ജനറേഷനിൽ ഒരു 18 തൊട്ട് ഒരു 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരാണ് അന്നും പട്ടാളക്കാരായിട്ടുള്ളത്, ഇന്നും പട്ടാളക്കാരായിട്ടുള്ളത്. അവർ അന്നും ആ രാജാവിന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ടും മരിച്ചുകൊണ്ടിരുന്നതാണ് പണ്ട്. ഇപ്പം അത് രാജാവ് മാറി പ്രസിഡൻറ്റും പ്രൈം മിനിസ്റ്ററൊക്കെ ആയി മാറിയെന്നേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല ആ കാര്യത്തിൽ. അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഡിപ്ലോമസി, ഓരോ രാജ്യങ്ങളായിട്ടുള്ള ഡിപ്ലോമസി ഫെയിൽഡ് ആവുന്നതുകൊണ്ടാണോ യുദ്ധം സംഭവിക്കുന്നത്? അല്ലെങ്കിൽ ഓരോ പൊളിറ്റീഷ്യന്മാരുടെ ഫെയിൽഡ് പോളിസീസ് കൊണ്ടാണോ? ഓരോ പൊളിറ്റീഷ്യന്മാരെ നമ്മൾ സെലക്ട് ചെയ്ത് വിടുന്നത് അല്ലെങ്കിൽ പ്രസിഡന്റുമാരെയൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ ജീവിതത്തിന് നമ്മളെ സംരക്ഷിക്കാനല്ലേ. അതായത് നമ്മളെന്ന് പറയുമ്പോൾ പട്ടാളക്കാരുണ്ടല്ലോ, ഇവരിനെയൊക്കെ ഒന്ന് സംരക്ഷിക്കാനും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അവരെ എലക്ട് ചെയ്ത് വിടുന്നത്. അവർ ഓരോ മണ്ടത്തരയും ചെയ്തിട്ട് അതിന് ആര് സമാധാനം പറയണം, അല്ലെങ്കിൽ ആര് അതിന് ബലിയാടാവുന്നു? നമ്മുടെ പട്ടാളക്കാർ. അതായത് യങ് ആയിട്ടുള്ള ജനറേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിലെ യങ് ആയിട്ടുള്ള ജനറേഷൻ. ഇപ്പോൾ യുദ്ധമുള്ള ഒരു സ്ഥലം, ഇപ്പം നമ്മുടെ അവിടെ ഒരു യുദ്ധം നടന്നത് 2-3 ആഴ്ച ഉണ്ടായിരുന്നുള്ളൂ. കുറേ കാലമായിട്ട് യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് അവിടുത്തെ യങ് ആയിട്ടുള്ള ജനറേഷൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ യുദ്ധത്തിന് പോവുക, മരിച്ചു, ജീവനോട് ഭാഗ്യമുണ്ടെങ്കിൽ ജീവനോടെ മടങ്ങി വരാനും വീടുണ്ടാവില്ല, അത് ബോംബിട്ട് പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനുകളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇവരുടെ അത്യാർത്തിയാണോ? ഈ ഭരണാധികാരികളുടെ അത്യാർത്തിയാണോ ഇതിന് കാരണം? അതോ ചുമ്മാ ഇങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഹേറ്റ്രഡാണോ? അതിപ്പോൾ റിലീജിയസ് ഹേറ്റ്രഡോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹേറ്റ്രഡ് ആണോ ഈ യുദ്ധത്തിനെല്ലാം കാരണം? അല്ലെങ്കിൽ ഇതൊരു പ്യുവർ ബിസിനസ്സാണോ? എല്ലാത്തിനും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഫോളോ ദ മണി ട്രെയിൽ ഫോളോ ചെയ്യാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും, അതിപ്പോൾ എന്തായാലും യുദ്ധം എന്നല്ല, ഏത് പ്രശ്നം ഉണ്ടായാലും ഞാൻ ചിന്തിക്കുന്നത് അപ്പോൾ എങ്ങനെ അറിയാം, ഒരു പ്രശ്നം ഉണ്ടായി, ആർക്കിതുകൊണ്ട് ലാഭം? ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ്? ഈസി. ഒരാൾക്ക് ഒരു സ്ഥലത്തൊരു പ്രശ്നം ഉണ്ടായി, ഒരു അറ്റാക്ക് നടന്നു അവിടെ. അപ്പോൾ അത് കാരണം 2 രാജ്യങ്ങൾ തമ്മിൽ വലിയൊരു യുദ്ധത്തിന് പോയി. ആ രാജ്യങ്ങൾ പിന്നെ ഭയങ്കര യുദ്ധമായി, യുദ്ധം തീരുന്നേയില്ല, ആൾക്കാർ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ആ രാജ്യത്തിലെ ആൾക്കാർ ഈ തോക്കുകളും മിലിറ്ററിക്ക് ആവശ്യമായിട്ടുള്ള മിസൈലും കാര്യങ്ങളും ഡിഫൻസ് വെപ്പൺസും എല്ലാ കാര്യങ്ങളും ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്?
അല്ലെങ്കിൽ ഏത് ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നാണ് മേടിക്കുന്നത്. ഓക്കെ. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡീൽ എന്ന് പറഞ്ഞിട്ടൊരു ഡീലുണ്ട് എല്ലാ യുദ്ധത്തിൻ്റെയും. അത് നമ്മൾ അധികം ആരും ശ്രദ്ധിക്കുകയൊന്നുമില്ല. ഈ ഇൻഫ്രാസ്ട്രക്ചർ റീബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ഡീലുണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഇറാഖിൽ അത് ചെയ്തിട്ടുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ അത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ ഈ യുദ്ധം നടക്കുന്നതില്ല. ഉക്രൈനിലും ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡീൽ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ആ ഡീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാജ്യം ഇവർ ബോംബിട്ട് നശിപ്പിക്കും, എന്നിട്ട് ഇവർ ഒരു കമ്പനീനെ ഏൽപ്പിക്കും, ഈ രാജ്യം ഒന്ന് നന്നാക്കി അതായത് ഇൻഫ്രാസ്ട്രക്ചറൊക്കെ റീബിൽഡ് ചെയ്യുക, ബോംബിട്ട് പൊട്ടിപ്പോയ ബിൽഡിങ്ങിനൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിക്ക് അത് കൊടുക്കും. അവരെന്ത് ചെയ്യും? ഇതിനെ റീബിൽഡ് ചെയ്യും. ചുമ്മാ റീബിൽഡ് ചെയ്യുമോ കമ്പനിക്ക് പ്രാന്തൊന്നും ഇല്ലല്ലോ വന്ന് ഫ്രീ ആയിട്ട് അത് ചെയ്ത് കൊടുക്കാൻ. ആ സ്ഥലമൊക്കെ അവരുടെ കൂടെ ആവും. മനസ്സിലായോ? അത് ആക്ച്വലി ബോംബിട്ട് നശിപ്പിക്കും, അതിനുശേഷം ഇവർ വന്നിട്ട് ഈ സ്ഥലമൊക്കെ അവർ ഏറ്റെടുക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. അപ്പോൾ ആരൊക്കെയാണ് ഈ കമ്പനി? എന്താണ് ഇവർ ചെയ്യുന്നത്? ഈ യുദ്ധം എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു സിമ്പിൾ ലോജിക്ക്, ഞാൻ അതിന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സിമ്പിൾ ലോജിക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളൊരു ഹോസ്പിറ്റൽ കെട്ടി. ഓക്കെ. നിങ്ങളൊരു ഹോസ്പിറ്റൽ കെട്ടിയപ്പോൾ നിങ്ങളൊരു സ്പെഷ്യലൈസ് ഹോസ്പിറ്റലാണ്, ക്യാൻസറിനുള്ള ഹോസ്പിറ്റലാണ് നിങ്ങൾ കെട്ടിയത്. നിങ്ങൾക്ക് എന്ത് വേണം? ക്യാൻസർ ആക്ച്വലി നിങ്ങളൊരു നല്ല മനുഷ്യനായിരിക്കും, നിങ്ങളൊരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ കെട്ടിയിട്ടുണ്ടാവുക. പക്ഷെ എന്നാലും നിങ്ങളൊരു ആൾക്കാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടും മറ്റേ ലോൺ എടുത്തിട്ടും ഒക്കെ ആയിരിക്കും കെട്ടിയിട്ടുണ്ടാവുക. ക്യാൻസർ രോഗികൾ കൂടണ്ടേ? അല്ലെങ്കിൽ ക്യാൻസർ നാളെ ഒരു വാക്സിൻ വന്നു, പുതിയൊരു വാക്സിൻ ഒരുത്തൻ കണ്ടുപിടിച്ചു, അവൻ വന്ന് ക്യാൻസറൊക്കെ നാളെ മാറ്റിക്കഴിഞ്ഞാൽ എന്താവും നിങ്ങളുടെ അവസ്ഥ? ഈ ലോണിൻ്റെ ആൾക്കാർ വരുമ്പോൾ അവർക്ക് എന്തെടുത്ത് കൊടുക്കും നിങ്ങൾ? അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്ത് വേണം? രോഗികൾ കൂടണ്ടേ? ക്യാൻസർ രോഗികൾ കൂടണോ വേണ്ടയോ? ഹോസ്പിറ്റൽ നിങ്ങളുടെയാണോ? അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണം? മനസ്സിലായില്ലേ? അതായത് നിങ്ങൾക്ക് ആക്ച്വലി രോഗികൾ കൂടണം, എന്നാലേ നിങ്ങൾക്ക് ലാഭമുള്ളൂ, നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നടത്തി കൊണ്ടുപോകാനേ പറ്റുള്ളൂ. ആ ലോജിക്ക് മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഈ ടോപ്പിക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത് എങ്ങനെയാണ് യുദ്ധം നമ്മുടെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള പട്ടാളക്കാർ, ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ഈ സിറ്റിസൻസിനെ പട്ടാളക്കാരായിട്ട് മാറ്റി അവർ എവിടെയോ പോയി കിടന്ന് മരിക്കുന്നത് ശരിക്കും എന്തിനാണ്? വാട്ട് സിസ്റ്റം കൺട്രോൾസ് ഓൾ ദിസ്? അതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇത് ഭയങ്കര ഐ ഓപ്പണിങ് വീഡിയോ എന്നൊക്കെ പറയില്ലേ, ഇതിലങ്ങനെ വലിയ കോൺസ്പിരസി കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാം ഫാക്റ്റ് തന്നെയാണ്. കാരണം ഫുൾ കണക്കാണ്. ഞാൻ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് ഈ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. കാരണം എല്ലാ ഹിസ്റ്ററിയും ബയസ്ഡാണ്. എല്ലാ ഹിസ്റ്ററിയും കുറേ ആൾക്കാർ കഥ എഴുതുന്ന പോലെ അവർക്ക് തോന്നി, അവർക്ക് എന്താണ് ഇഷ്ടം, അവർക്കൊരാളിനെ ഇഷ്ടമാണ്, അവർക്കൊരാളിനെ ഇഷ്ടം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പൊക്കി അടിച്ചിട്ടും ഒരാളെ താഴ്ത്തിയിട്ടൊക്കെ ആയിരിക്കും ഹിസ്റ്ററി എഴുതിയിട്ടുണ്ടാവുക. നമുക്ക് ഈ ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ പ്രാന്താവും. ഹിസ്റ്ററി പോകണ്ട, നമുക്ക് ഈ വാർ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അതിൻ്റെ ഔട്ട്കം രണ്ടുപേർക്കും ഇപ്പോൾ മറ്റേ പാകിസ്ഥാനിൽ പഹൽഗാമിൽ കഴിഞ്ഞ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻകാർ പറഞ്ഞു നടക്കണം അവർ ജയിച്ചു എന്ന്. അവർ ഫുള്ള് വീഡിയോ ഒക്കെ ഇറക്കി ഞങ്ങൾ ജയിച്ചു എന്ന് പറഞ്ഞു നടക്കുന്നു. ഇന്ത്യക്കാർ ഇത് കണ്ടിട്ടേ നിങ്ങൾ ജയിച്ചു എന്നാ എന്താ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു 10-30 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു ഹിസ്റ്റോറിയൻ അയാൾ ഡോക്യുമെൻ്റ് ചെയ്യണം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അയാൾ എടുത്ത് നോക്കുമ്പോൾ ഈ പാകിസ്ഥാൻ ന്യൂസ് ചാനലിലെ ആൾക്കാർ വന്ന് കോൺഫിഡൻ്റ് ആയിട്ട് പറയുകയാണ്, ഞങ്ങളാണ് ജയിച്ചത്, ഈ യുദ്ധത്തിൻ്റെ ഔട്ട്കം ഞങ്ങളാണ്, ഈ യുദ്ധത്തിൻ്റെ ഔട്ട്കം ഞങ്ങൾ ജയിച്ചതാണ് എന്ന് അവർ ഓപ്പണായിട്ട് പറയണം. അപ്പോൾ അതൊരു റെക്കോർഡ് തന്നെയല്ലേ? മനസ്സിലായി? ഇങ്ങനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഒരു തോന്നിവാസമാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഔട്ട്കം യുദ്ധത്തിൻ്റെ ഔട്ട്കം ആര് ജയിച്ചു തോറ്റു എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് യുദ്ധത്തിന് പോയി, ഒരു കാരണം ഉണ്ടാവുമല്ലോ, യുദ്ധം തുടങ്ങാനുള്ള കാരണം ഉണ്ടാവുമല്ലോ, അത് മാത്രം നോക്കിയാൽ മതി. അതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ.
അതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അല്ലാണ്ട് ഈ കുറേ ഹിസ്റ്ററി അന്ന് അവർ ജയിച്ചു ഇവർ ജയിച്ചു എന്ന് പറയുന്നതേ തെറ്റാണ്. അതിൽ ആര് ജയിച്ചതെന്ന് ആർക്കും അറിയില്ല. അന്ന് ജീവിച്ചിരുന്ന ആൾക്കാരോട് ചോദിക്കേണ്ടി വരും. അല്ലാണ്ട് ഈ ഹിസ്റ്ററി ബുക്കൊന്നും നോക്കിയിട്ട് ഒരു കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഉക്രൈൻ റഷ്യ ഫെബ്രുവരി 2022 തുടങ്ങിയതാണ് യുദ്ധം. പോകുമ്പോൾ എന്താ പറഞ്ഞത് റഷ്യക്കാർ? ഒരാഴ്ച കൊണ്ട് പിടിച്ചെടുക്കുന്ന പറഞ്ഞിട്ടാണ് ഉക്രൈനിലേക്ക് പോയത്. ഇപ്പം എത്ര കൊല്ലമായി മനസ്സിലായ? അതായത് ഈ ഒരു നീണ്ടു പോകലുണ്ടല്ലോ, നീട്ടി പിടിക്കാന്ന് പറയില്ലേ, യുദ്ധം അവസാനിക്കുന്നേ ഇല്ല. നിങ്ങൾ ആഫ്രിക്ക എടുത്തോ, ആഫ്രിക്കയിൽ എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. റബൽസ് അവിടെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഗവൺമെൻറ്റിന് ഫൈറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അവിടുത്തെ ഡാറ്റയൊക്കെ എടുത്ത പ്രാന്താവും. കാരണം എല്ലാ സ്ഥലത്തും പ്രശ്നമുണ്ട്. റബൽസ്, ഗവൺമെൻറ്റിന് പ്രശ്നം, ഗവൺമെൻറ് നാട്ടുകാരനെ കൊല്ലുന്നു, നാട്ടുകാർ റബൽസിനോട് ചേർന്നു, അങ്ങനെ മുഴുവൻ പ്രശ്നം, എപ്പോഴും പ്രശ്നം. അതിപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ എടുത്തോ, എപ്പോഴും പ്രശ്നം. 1948 തൊട്ട് തുടങ്ങിയതാണ് ഇപ്പോൾ യുദ്ധം. നമ്മളെന്താ, ഇന്ത്യ പാകിസ്ഥാൻ എന്താ, നമുക്ക് രണ്ടുപേർക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ്, തീരുന്നേയില്ല. അതാണ് ഇങ്ങനത്തുള്ള ഈ കോൺഫ്ലിക്റ്റുകളുടെ പ്രശ്നം. വേറെ ചില ഈ ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ യുദ്ധങ്ങളൊക്കെ ഉണ്ടാവും, അത് വേറെ. ഈ കോൺഫ്ലിക്റ്റുകൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മനസ്സിലായി? അതായത് ഇപ്പം നോക്കിക്കോ, നമ്മളിപ്പോൾ ഈ വർഷം തന്നെ എത്ര യുദ്ധം കണ്ട്. ഇത് എന്താണെന്നറിയില്ല. നമ്മൾ ഈ വർഷം ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് യുദ്ധം ഒന്ന് കഴിഞ്ഞു അടുത്തത് ഒന്ന് കഴിഞ്ഞു അടുത്തോ. ഇനിയിപ്പോൾ കഴിഞ്ഞു എന്ന് വിചാരിച്ചു ഉടനെ എവിടെ നിന്നോ തായ്ലൻഡും കംബോഡിയയൊക്കെ തമ്മിലൊരു ഫൈറ്റ്. ഇങ്ങനെ ബുദ്ധിസമുള്ള മറ്റ് സമാധാനത്തിനുള്ള ആൾക്കാരാണെന്നല്ലേ നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അവർ തമ്മിൽ യുദ്ധം, അവർ ബോംബിടുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, അവരും യുദ്ധം. അവസാനം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക അതിൻ്റെ ഇടപെട്ടു. പിന്നെ ഉക്രൈൻ, റഷ്യ നടക്കുന്നു, ഇസ്രായേൽ പാലസ്തീനെ കൊല്ലുന്നു, നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു യുദ്ധം വരുന്നു. എത്ര യുദ്ധം വന്ന്. അപ്പോൾ ഇങ്ങനെ യുദ്ധം വരുമ്പോൾ ഇതുകൊണ്ടൊക്കെ ആർക്കാണ് ഗുണം എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. അതാണ് നമ്മൾ ഇവിടെ നോക്കുന്നതും. അതിനുള്ള ക്ലിയർ കട്ട് ആൻസേഴ്സ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇറ്റ്സ് വെരി ഈസി, വളരെ ഈസിയാണ്, വലിയ പണിയൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒരു ഡീല്, ഇപ്പോൾ ഒരു യുദ്ധം നടക്കും. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ രാജ്യം കുറേ ഡീൽ സൈൻ ചെയ്യും. പുതിയ കുറച്ച് വെപ്പൺസ് വാങ്ങിക്കാനും ഇതൊക്കെ വലിയ ഡീലുകൾ സൈൻ ചെയ്യും. കഴിഞ്ഞു. അവരാണ് അതിൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ആ പാർട്ടീസ്. അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഭവമാണ് നമ്മളിതിൽ നോക്കുന്നത്. കുറേ കണക്കുകളുടെ കളിയും കൂടി ഉണ്ട്. അതായത് ഉക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ അമേരിക്കക്കാർ $182 ബില്യൺ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തത് ആർക്ക്? ഉക്രൈനെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. റഷ്യക്കെതിരാണ് അമേരിക്ക. അപ്പോൾ എന്ത് ചെയ്യണം? ഉക്രൈൻ റഷ്യ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ ഉക്രൈൻ നേറ്റോയിലൊന്നും ഇല്ലെങ്കിലും ഇവരുടെ ശക്തി ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് പൈസ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു ഒരാഴ്ച കൊണ്ട് പിടിച്ചെടുക്കുന്ന പറഞ്ഞിട്ട് വന്നതാണ് റഷ്യക്കാർ. അവർ ഓപ്പൺലി ഏതൊക്കെയോ അവരുടെ മിനിസ്റ്റർമാരോ ആരൊക്കെയോ ടി വിയിൽ വന്ന് ഇരുന്ന് പറഞ്ഞ കാര്യമാണ് ഒരാഴ്ച മതിയെന്ന്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഒരാഴ്ച മതിയെന്ന് പറഞ്ഞിട്ട് അവർ വന്നു. പക്ഷെ അവർക്ക് ഇത്ര മൂന്ന് എല്ലാം കഴിഞ്ഞു. എന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അവിടുത്തെ പ്രസിഡൻറ്റും അവിടെ തന്നെ ഉണ്ട്, എല്ലാവരും അവിടെ തന്നെ ഉണ്ട്. സെലൻസ്കിയൊക്കെ ഓടി നടക്കുന്നു, ഓരോ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നുണ്ട്. റഷ്യയുടെ തന്ത്രങ്ങളൊക്കെ പാളി. പക്ഷെ അതാരും സമ്മതിച്ചു തരില്ല. പക്ഷെ ആക്ച്വലി പാളി. അതാണ് സംഭവം. പുട്ടിൻ്റെ ഒരു വീക്ക്നെസ്സാണ് ആക്ച്വലി പുറത്ത് വന്നത്. റഷ്യയുടെ എന്ത് വീഡിയോ ഇട്ടാലും അടിയിൽ കുറേ കമൻറ്റ്സ് വരെ റഷ്യ അങ്ങനെയല്ല ഇങ്ങനെയല്ല. ആക്ച്വലി റഷ്യയും നമ്മളും ഇന്ത്യക്കാരും ആക്ച്വലി നല്ലൊരു ബന്ധത്തിലാണ്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ഇഷ്ടംപോലെ കമൻറ്റ്സ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം എപ്പോഴും റഷ്യയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞ ആൾക്കാർ അങ്ങനെയല്ല, റഷ്യ അങ്ങനെ. പക്ഷെ ആക്ച്വലി ഈ യുക്രൈൻ്റെ ഈ യുദ്ധത്തിൽ റഷ്യക്ക് നല്ലൊരു പണി പാളിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അമേരിക്കൻ്റെ ഹെൽപ്പ് അവർക്ക് കൃത്യസമയത്ത് കിട്ടിയതുകൊണ്ടാണ്. അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളിൽ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു
$182 ബില്യൺ അമേരിക്കൻ കോൺഗ്രസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് ഉക്രൈന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കുറേ വാർത്തകൾ കേൾക്കുമല്ലോ, ഓഹോ അപ്പോൾ ഇത്രയും പൈസ അവരിങ്ങനെ മറ്റേ ക്യാഷ് ആയിട്ട് കൊടുക്കുകയെ അല്ലെങ്കിൽ ബാങ്കിൽ ഇട്ട് കൊടുക്കുകയെ അങ്ങനെ ആയിരിക്കും എന്നായിരിക്കും നമ്മൾ സാധാരണ ഒരാൾ ഇത് ഈ ന്യൂസ് കേൾക്കുമ്പോൾ എന്താ ചിന്തിക്കുക? അപ്പോൾ അമേരിക്ക ഉക്രൈനെ സഹായിക്കുന്നു, ഇത്ര പൈസ കൊടുത്തു, ഹെഡ്ലൈൻ അതായിരിക്കുമല്ലോ. അപ്പോൾ ശരി, അപ്പോൾ പൈസ അവർ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുക സാധാരണ ഒരാൾ. അല്ലെങ്കിൽ വല്ല ബ്ലാക്ക് മണി ആയിട്ട് ക്യാഷ് ആയിട്ട് കൊടുക്കും. ഇത്ര വലിയ പൈസ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കും നമ്മുടെ ആദ്യത്തെ ഒരു തോട്ട് പോവുക. എനിക്കും ആദ്യം അങ്ങനെയായിരുന്നു പോയത്. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഒന്ന് ഡീപ്പ് ഡൈവ് ചെയ്യുമ്പോഴാണ് സംഭവം മനസ്സിലാവുന്നത്. 182 കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ കൊടുത്തത് 83 ബില്യനാണ്. അത് ഒരു കണക്ക് അവിടെ ഇരിക്കട്ടെ. ഇതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്തായി അമേരിക്കയ്ക്ക്, ഹായ് എന്ത് നല്ല രാജ്യം, അമേരിക്ക കണ്ടില്ലേ, അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന കണ്ടില്ലേ അവരുടെ ശത്രുവിൻ്റെ ശത്രുവിനെ. അപ്പോൾ എന്ത് നല്ലൊരു അലൈസിന് ഫ്രണ്ട്സിനെ സഹായിക്കുന്ന ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ട് അമേരിക്കയ്ക്ക് ഒരു ഇമേജ് ഉണ്ടായി. പക്ഷെ ആക്ച്വലി അമേരിക്ക അവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 70% ഈ കൊടുത്ത പൈസൻ്റെ 70% ദേ ആർ പേയിങ് ടു ദെയർ ഓൺ അമേരിക്കൻ കമ്പനീസ്. ഓക്കെ, ബാക്കി 30% ഈ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡും അവിടുത്തെ ഈ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ നന്നാക്കാനും ഈ ഗവൺമെൻറ് ഈ യുദ്ധത്തിൻ്റെ സമയത്ത് അവർക്ക് മറ്റേ പ്രൊഡക്ഷനും മറ്റേതൊന്നും ഉണ്ടാവില്ലല്ലോ, എക്സ്പോർട്ട് ഇമ്പോർട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് ഹെൽപ്പ്, ഈ ഗവർണൻസ് ഒന്ന് നടന്നു പോകാനുള്ള ഹെൽപ്പിനൊക്കെ വേണ്ടിയിട്ട് ഉള്ളതാണ് ഈ ബാക്കി 30%. 70% അവരുടെ അമേരിക്കൻ കമ്പനീസിന് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം ഞാനൊരാൾക്ക് 1000 രൂപ കടം കൊടുക്കണം. ഓക്കെ, അപ്പം ഞാൻ 1000 രൂപ കൊടുക്കുന്ന എല്ലാവരും ഞാൻ ഇവന് 1000 രൂപ കൊടുക്കുന്നുണ്ട് എല്ലാവരും നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് കാണിച്ചിട്ട് നേരെ എൻ്റെ ബേഴ്സിൽ തന്നെ ഇട്ട് എങ്ങനെ ഉണ്ടാവും? അങ്ങനത്തെ ഒരു പരിപാടിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, അതെങ്ങനെയാണ് അവരുടെ തന്നെ കമ്പനീസിന് കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടൊരു സംശയം ഉണ്ടാവും. അവിടെയാണ് ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ ഈ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് വരുന്നത്. അമേരിക്കൻ ഡിഫൻസ് കോൺട്രാക്ടേഴ്സ് അല്ലെങ്കിൽ അമേരിക്കൻ മിലിറ്ററി എക്യുപ്മെൻറ്റ് മാനുഫാക്ചേഴ്സ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ശക്തിയാണ്. ശക്തി എന്നൊക്കെ പറയുന്നത് കുറഞ്ഞു പോവും. ദേ ആർ ലൈക്ക് എ സിസ്റ്റം. ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. ഒരു 2-3 എക്സാമ്പിൾസ് പേര് വെച്ച് പറഞ്ഞുതരാം. ലോക്കീഡ് മാർട്ടിൻ. ഓക്കെ, ഈ പേരൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ കുറേ പൈസ ഉണ്ട് ഷെയറിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത്തരം കമ്പനീസിലൊക്കെ ഇതൊക്കെ ഷെയർ മാർക്കറ്റിലുള്ള കമ്പനീസാണ്. ഇതിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും യുദ്ധമൊക്കെ വരുമ്പോൾ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ടൊന്നും കാണണ്ട, കിട്ടലിനറിയോ പറഞ്ഞുതരാം. ലോക്കീഡ് മാർട്ടിൻ, ആർട്ടിക്സ് കോർപ്പറേഷൻ, നോർത്ത്രോപ്പ്, ജനറൽ ഡൈനാമിക്സ്, ബോയിങ്, ഇങ്ങനത്തെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവരൊക്കെ ഉണ്ടാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ലോക്കീഡ് മാർട്ടിനാണ് F-20, F-22, F-35 എന്ന് പറഞ്ഞിട്ടുള്ള ഫൈറ്റർ ജെറ്റ്സൊക്കെ ഇല്ലേ, 4th ജെന്നും 5th ജെന്നൊക്കെ, അതുണ്ടാക്കുന്നത് ലോക്കീഡ് മാർട്ടിനാണ്. ബോയിങ് നമുക്ക് അറിയുന്നത് മറ്റേ ഫ്ലൈറ്റൊക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആയിട്ടാണ്. ബോയിങ് ആണ് ഈ അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇല്ലേ, ഭയങ്കര സൈലൻ്റ് ആയിട്ട് പോയിട്ട് എല്ലാവരും അറ്റാക്കൊക്കെ ചെയ്യുന്ന അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇല്ലേ, അതുണ്ടാക്കുന്ന കമ്പനിയാണ് ബോയിങ്. RTX കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ടോമഹോക്ക് മിസൈൽ എന്ന് പറഞ്ഞിട്ടൊരു മിസൈലുണ്ട്, സബ്സോണിക് ലോങ് റേഞ്ച് മിസൈലുണ്ട്, അതുണ്ടാക്കുന്നത് RTX കോർപ്പറേഷനാണ്. ഇത് അവരുടെ, ഞാൻ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം ആയിട്ട് പറഞ്ഞു എന്നുള്ളൂ. അവർ വേറെയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഫേമസ് ആയിട്ടുള്ളതാണ് B-2 ബോംബർ. എല്ലാവർക്കും അറിയാലോ, നമുക്ക് ആകാശത്ത് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ശത്രുവല്ല എന്നൊക്കെ ഭയങ്കര ഫേമസ് ടാഗ് ലൈനൊക്കെ ഉള്ള B-2 ബോംബർ അമേരിക്കയുടെ ഒരു സീക്രട്ട് ഒരു വെപ്പണാണിത്. ഇറാനിൽ വന്നിട്ട് ഒറ്റ ഫ്ലൈറ്റ് അമേരിക്ക ടു ഇറാനിൽ വന്ന്
ന്യൂക്ലിയർ സൈറ്റ്സ് ബോംബിട്ട് തിരിച്ചു പോയി, എവിടെ ഇറങ്ങാതെ അങ്ങനെയൊക്കെ ചെയ്ത B2 ബോംബർ ഉണ്ടല്ലോ. ആ B2 ബോംബർ ഉണ്ടാക്കിയത് നോർത്ത്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതൊക്കെ പ്രൈവറ്റ് കമ്പനീസാണ്. നമ്മൾ അതുകൂടെ ഒന്ന് ആലോചിക്കണം. അതായത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലും ഇതുപോലെ കുറേ ഡിഫൻസ് കോൺട്രാക്ടേഴ്സും ഡിഫൻസ് കമ്പനീസൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഈ അമേരിക്കയുടെ പോലെയൊന്നുമില്ല. നമ്മൾ ബേസിക്കലി ഇപ്പോഴും ഈ പബ്ലിക് സെക്ടർ കമ്പനീസ് തന്നെയാണ് ഈ മെയിനായിട്ട് ഈ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അത് ഗവൺമെൻറ് ഫണ്ട് ചെയ്തിട്ടുള്ള കമ്പനി. ഇവന്മാർക്കൊക്കെ എവിടെ നിന്ന് ഫണ്ടിങ് കിട്ടുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവന്മാരൊക്കെ പബ്ലിക്കലി ട്രേഡ് ചെയ്യുന്ന കമ്പനീസാണ്, സ്റ്റോക്ക് മാർക്കറ്റിലുള്ള കമ്പനീസാണ്. അവരുടെ സ്റ്റോക്കൊക്കെ നമുക്കും മേടിക്കാം, എല്ലാവർക്കും മേടിക്കാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പം ആ ഒരു എൻറ്റയർ ഒരു വർക്കിംഗ് ഒരു പ്രിൻസിപ്പിൾ ഭയങ്കര വ്യത്യാസമാണ്. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പബ്ലിക് സെക്ടർ കമ്പനീസ് വേറെ, പ്രൈവറ്റ് ഓൺഡ് കമ്പനീസ് വേറെ. അവർക്ക് അവരുടെ ഷെയർ ഹോൾഡർ വാല്യൂ മാത്രമേ നോക്കുള്ളൂ. അതിപ്പോൾ ഉള്ളതാണോ, ഇതിപ്പോൾ യുദ്ധം കുറച്ച് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയാലും ആരും ഷെയർ ഹോൾഡർ വാല്യൂ കൂടുമോ, ഷെയർ പ്രൈസ് കൂടുമോ, അവർക്ക് ആ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അവർക്ക് ആൾക്കാർ നന്നാക്കണം, പിടിക്കണം, അതൊന്നും ഇല്ല. മനസ്സിലായോ? ജനറൽ ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ന്യൂക്ലിയർ സബ്മറീൻസ് ഉണ്ടാക്കുന്നത്. വെർജീനിയ ദ ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂക്ലിയർ സബ്മറീൻസൊക്കെ അമേരിക്കയിൽ ഉണ്ടാക്കുന്നത് ജനറൽ ഡൈനാമിക്സ് ആണ്. അങ്ങനെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. എയർക്രാഫ്റ്റ് കാരിയേഴ്സൊക്കെ ഉണ്ടാക്കുന്നത് ഹണ്ടിങ്ടൺ ഇൻഗൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമേരിക്കൻ കമ്പനിയാണ് അതുണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഫുള്ള് ഈ പ്രൈവറ്റൈസ്ഡ് ആയതുകൊണ്ട്, ഈ മിലിറ്ററി മുഴുവൻ പ്രൈവറ്റൈസ്ഡ് ആയതുകൊണ്ട് ഇങ്ങനെ കുറേ കോൺട്രാക്ടേഴ്സ് ഇങ്ങനെ ഉണ്ട്. അവർ അമേരിക്കൻ മിലിറ്ററി ഇവർക്കൊക്കെ ഓരോ കോൺട്രാക്റ്റ് ഇങ്ങനെ കൊടുക്കും. നിങ്ങൾ അതുണ്ടാക്കിത്താ ഇതുണ്ടാക്കിത്താ എന്നൊക്കെ പറഞ്ഞിട്ട്. നമ്മൾ അയൺമാനിൽ സിനിമയിൽ ഒരു സംഭവം കാണില്ലേ, സ്റ്റാർക്ക് ഇൻഡസ്ട്രീസ് ആദ്യം വന്നിട്ട് ഞങ്ങൾ കുറേ മിസൈൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയിട്ട് ഒരു ബോംബൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കില്ലേ, ആ ഒരു സംഭവം തന്നെയാണ്. അതുപോലത്തെ ഓരോ പ്രൈവറ്റ് കമ്പനീസ് അമേരിക്കൻ മിലിറ്ററി ആയിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാവും. അത് ഇങ്ങനെ അവർ സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കും. പുതിയ ടെക്നോളജി. ഇപ്പോൾ B2 ബോംബറൊക്കെ അമേരിക്കയ്ക്ക് മാത്രമേ അവർ കൊടുക്കുന്നുള്ളൂ, വേറെ ആൾക്ക് വിൽക്കുന്ന പോലുമില്ല. അതേപോലെ F-22, ലോക്കീഡ് മാർട്ടിൻ F-35 ഒക്കെ അലൈസിന് ബ്രിട്ടനും മറ്റുള്ളവരൊക്കെ കൊടുത്തിട്ടുണ്ട് ഫൈറ്റർ ജെറ്റ്. ഈ F-22 ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. ആ ഒരു സ്റ്റെൽത്ത് മറ്റുള്ളവർ പഠിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് ബേസിക്കലി. പിന്നെ പാലന്റിയർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി, അതൊരു ന്യൂ ജെൻ കമ്പനി അമേരിക്കയുടെ. അവർക്ക് ഇങ്ങനെ ബോംബൊന്നും ഉണ്ടാക്കുന്നില്ല. അവർ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെക്കുറിച്ച്. അവരിങ്ങനെ ബോംബൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷെ അവർ വേറെ തന്നെ ഈ പ്രഡിക്റ്റീവ് അനാലിസിസ്, പ്രഡിക്ഷനാണ് അവർ ചെയ്യുന്നത്. അതിപ്പോൾ നോക്കണ്ട, അതവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ബോംബ് ഇടുന്ന കമ്പനി മാത്രം നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലും ഉണ്ട് ഇതുപോലത്തെ ഇഷ്ടംപോലെ കമ്പനീസ്. ടാറ്റൻ്റെ അഡ്വാൻസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുണ്ട്, ഡിഫൻസ് കമ്പനിയാണ്. അത് ആകാശ് മിസൈൽ സിസ്റ്റത്തിൻ്റെ ലോഞ്ചേഴ്സൊക്കെ അവരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. LNTയും MBDA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മിസൈൽ സിസ്റ്റം, MBDA എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയും കൂടി ചേർന്നിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചറിൽ മിസൈൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഭാരത് ഫോർജ്, അതുപോലെ ഇസ്രയേലിലെ IAIയും കൂടി ചേർന്നിട്ട് ബറാക്ക് 8 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 360 ഡിഗ്രി ഒരു മിസൈൽ, മിഡ് റേഞ്ച് ലോങ് റേഞ്ചുള്ള ഒരു മിസൈൽ സിസ്റ്റം അവരുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ബേസിക്കലി PSU കമ്പനീസാണ്, പബ്ലിക് സെക്ടർ കമ്പനീസാണ്. DRDO അവരാണ്. ഇപ്പോൾ നമ്മളിപ്പം കുറേ കാലമായിട്ട് നമ്മൾ ഈ എല്ലാ എക്യുപ്മെൻറ്റ്സും എല്ലാം റഫേലായാലും എന്തായാലും പുറത്തുനിന്ന് മേടിക്കുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊരു രാജ്യത്തിനും അതുതന്നെയാണ് നല്ലത്. നമ്മൾ പുറത്തുനിന്നൊരു സാധനം മേടിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു യുദ്ധം വന്നു, പെട്ടെന്നായിരിക്കും യുദ്ധം വരിക. അപ്പം നമ്മൾ പറയുന്ന സമയത്ത് അവർ സാധനം തരണമെന്നില്ല. ഇതൊക്കെ അമേരിക്കൻ കമ്പനീസാണ്. ഇപ്പം നാളെ നമ്മളും അമേരിക്കയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഇപ്പം തന്നെ നമ്മൾ അമേരിക്കൻ കൊടുത്തൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. നാളെ പെട്ടെന്ന് ഒരു അറ്റാക്കോ അല്ലെങ്കിൽ പെട്ടെന്നൊരു യുദ്ധം വന്നു, നമ്മളിപ്പോൾ ഈ കമ്പനീസിനോട് പറയാണ്, ലോക്കീഡ് മാർട്ടിനോട് പറയാണ് ഞങ്ങൾക്ക് ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അവർക്കത് റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ കൂടെ നിൽക്കുന്നത്, കുനിഞ്ഞ് നിൽക്കുന്നത്? കാരണം അവർക്ക് അവൻ്റെ കയ്യിൽ പൈസ ഇല്ല. ഒന്നാമത് അവർക്ക് ഈ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് വേണം. അത് ആര് കൊടുക്കും? അമേരിക്ക കൊടുക്കും. അമേരിക്കയ്ക്ക് എന്താ വേണ്ടത്? ഈ ചൈനയും പാകിസ്ഥാനും കൂടെയുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് ഇല്ലാതാക്കണം. അപ്പോൾ അതാണ് അവർക്ക് വേണ്ടത്. പാകിസ്ഥാൻകാർ ആര് വന്നാലും കുനിഞ്ഞു കൊടുക്കും, ചൈനക്കാർ വന്നാലും കുനിഞ്ഞു കൊടുക്കണം, അമേരിക്ക വന്നാലും കുനിഞ്ഞു കൊടുക്കണം.
കാരണം അവരിൽ ഒറ്റ പൈസയില്ല, നമ്മുടെ കയ്യിൽ പൈസയെങ്കിലും ഉണ്ട്. അപ്പോൾ അതാണ് ഈ മെയിനായിട്ട് നമ്മളിപ്പോൾ അതാണ് നമ്മൾ എല്ലാത്തിൻ്റെയും പിന്നിൽ ഇതാണ്. അത് നമുക്ക് അതായത് ഇപ്പം നിങ്ങൾ ചില വാർത്ത കേൾക്കും ഇങ്ങനെ, ഇപ്പോൾ പെട്ടെന്നൊരു രാജ്യം ഇപ്പോൾ നമ്മുടെ പാകിസ്ഥാൻ അമേരിക്ക തമ്മിൽ നല്ലൊരു ടേംസിലാണ് നമ്മൾ വിചാരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇപ്പോൾ ഇത് പാകിസ്ഥാൻ ഒരു തീവ്രവാദി സ്റ്റേറ്റ് ആണോ? എല്ലാവർക്കും അറിയാമല്ലോ. ഒസാമ ബിൻ ലാദനെ എവിടെ നിന്നാണ് കിട്ടിയത്? ഇവർ അഫ്ഗാനിസ്ഥാൻ മുഴുവൻ നോക്കിയിട്ട് കിട്ടിയില്ല, പാകിസ്ഥാൻ നിന്നാണ് കിട്ടിയത്. അത് ISIൻ്റെ തൊട്ടപ്പുറത്ത്, അവരുടെ മിലിറ്ററി സെൻറ്ററിൻ്റെ തൊട്ടപ്പുറത്ത്. അപ്പോൾ ഇത് നാട്ടിലെല്ലാവർക്കും അറിയാം, അമേരിക്കക്കാരനെ അവിടെ പോയി പിടിച്ചതും. എന്നിട്ടും തീവ്രവാദി സ്റ്റേറ്റ് ആയിട്ടും ഇപ്പോഴും അമേരിക്കയും പാകിസ്ഥാനും എന്തുകൊണ്ടാണ് അത്രയും ഒരു കണക്ഷൻ? എല്ലാം ഈ വെപ്പൺസിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. മനസ്സിലായി? അതായത് ഈ വെപ്പണറിയും മിലിറ്ററി എക്യുപ്മെൻസും കിട്ടാൻ വേണ്ടിയിട്ടാണ് പലരും പല രാജ്യങ്ങളായിട്ടും ശത്രു ആണെങ്കിൽ പോലും ഒരു ഡിപ്ലോമസി കീപ്പ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് അമേരിക്കയും പാകിസ്ഥാൻ. അമേരിക്കൻ്റെ മെയിൻ ശത്രു പാകിസ്ഥാൻ ശരിക്കും ആവണം. ചരിത്രമല്ല, നിങ്ങളൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ 9/11 പൊട്ടിച്ച അതിൻ്റെ പേരുണ്ട്, എനിക്ക് ഓർമ്മയില്ല, ആ ഒരു തീവ്രവാദി, അതിൻ്റെ മെയിൻ ആർക്കിടെക്റ്റ് എന്ന് വിളിക്കുന്ന തീവ്രവാദിനെ കിട്ടിയതും പാകിസ്ഥാനാണ്. ബിൻ ലാദനെ കിട്ടിയതും പാകിസ്ഥാനാണ്. എല്ലാ തീവ്രവാദികളും ഇരിക്കുന്നത് പാകിസ്ഥാനിൽ. എന്നിട്ടും ഇവർ തമ്മിൽ നല്ല ഡിപ്ലോമസിയാണ്, ഇവർക്ക് കുറേ സാധനം. അമേരിക്കയ്ക്ക് എന്താ വേണ്ടത്? അവരുടെ കോൺട്രാക്ടേഴ്സിൻ്റെയും അവരുടെ മാനുഫാക്ചറിങ് കമ്പനീസിൻ്റെയും സാധനങ്ങൾ വിൽക്കണം. പാകിസ്ഥാൻ എന്താ വേണ്ടത്? ഈ സാധനങ്ങൾ വേണം, പൈസയും ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾ മിലിറ്ററി തരാം, നിങ്ങളെ കുറച്ച് സ്ഥലം താ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സീ പോർട്ട് താ. അങ്ങനെയാണല്ലോ ചൈനയ്ക്ക് ഒരു സീ പോർട്ട് അവിടെ ഇരിക്കുന്നത്. പാകിസ്ഥാൻ്റെ ഒരു മെയിൻ സീ പോർട്ട് ഇരിക്കുന്നത് ചൈനേൻ്റെ അതോറിറ്റീൻ്റെ അണ്ടറിലാണ്. അത് ചുമ്മാ കൊടുത്തു എന്നാണ് വിചാരം. അല്ല, അതൊക്കെ ഈ മിലിറ്ററി എക്യുപ്മെൻറ്റ്സും ബാക്കിയുള്ള സംഭവങ്ങൾക്കും കൊടുക്കാൻ, അങ്ങനെ ഒരു ഡീലിലാണ് ഇതെല്ലാം കൊടുക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു നമ്പേഴ്സിൻ്റെ ഒരു ഗെയിം വരുന്നത്. ഈ DRDOൻ്റെ ബഡ്ജറ്റ് പറഞ്ഞില്ലേ, PSU കമ്പനി ഈ നമ്മുടെ എക്യുപ്മെൻറ്റ്സും പുതിയ റിസർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. DRDOൻ്റെ ബഡ്ജറ്റ് 2616 കോടി രൂപയാണ്. 3.2 ബില്യൺ ഡോളേഴ്സിലായിട്ട് വരും. ഇന്ത്യയുടെ മൊത്തം ഡിഫൻസ് ബഡ്ജറ്റ്, ഈ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 6,81,000 കോടി രൂപ, അതായത് 77 ബില്യൺ ഡോളേഴ്സായിട്ട് വരും. ജസ്റ്റ് അമേരിക്കയുടെ ബഡ്ജറ്റ് എത്രയാണെന്നറിയോ? ഈ ലോകത്തിലെ എല്ലാവരുടെയും ബഡ്ജറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഡിഫൻസിൽ മിലിറ്ററിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ രാജ്യങ്ങളുടെയും ബഡ്ജറ്റ് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2.7 ട്രില്യൺ ഡോളേഴ്സാണ്. 1000 ബില്യനാണ് ഒരു ട്രില്യൺ. ഓക്കെ, 2.7 ട്രില്യൺ ഡോളേഴ്സാണ് ലോകത്തിൻ്റെ മൊത്തം ബഡ്ജറ്റ്, എല്ലാ രാജ്യക്കാരൻ്റെയും കൂടി കൂട്ടുമ്പോൾ. അതിൽ നമ്മുടെ 77 ബില്യണേ ഉള്ളൂ. അമേരിക്കയുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മിലിറ്ററിയുടെ ഇപ്പോൾ ട്രംപ് കുറച്ച് കൂട്ടിയപ്പോൾ 1.05 ട്രില്യൺ ഡോളേഴ്സാണ്. മൊത്തം 2.7 ഉള്ളൂ, അതിൽ 1.05 അമേരിക്കയുടെ മാത്രമാണ്. ഇതാണ് ആ നമ്പേഴ്സ് ഗെയിം എന്ന് പറഞ്ഞില്ലേ, ഇതാണ് കാര്യം. ഒരു ട്രില്യൺ ഡോളേഴ്സ് അവരുടെ ബഡ്ജറ്റ്, അവിടുത്തെ സാധാരണക്കാരല്ലാത്തവരും എല്ലാം ടാക്സ് കൊടുക്കുന്ന പൈസ അവർ ചിലവാക്കുന്നത്, ട്രില്യൺ ഡോളേഴ്സ് അവർ ചിലവാക്കുന്നത് മിലിറ്ററിക്ക് വേണ്ടി മാത്രമാണ്. അത് എത്ര വലുതാണെന്ന് ആലോചിക്കണം. എല്ലാ രാജ്യക്കാരുടെ കൂടെ ഒരു സമയത്ത് എല്ലാ രാജ്യക്കാരുടെ മിലിറ്ററി ബഡ്ജറ്റും കൂടി കൂട്ടിയാലും അമേരിക്കയുടെ അത്ര എത്താത്തൊരു സമയം വരെ ഉണ്ടായിരുന്നു. കുറച്ച് കാലം മുന്നേ വരെ അവരുടെ 900 ബില്യൺ ആയിരുന്നു അമേരിക്കയുടെ ബഡ്ജറ്റ്. ആ ഒരു സമയത്ത് എല്ലാ രാജ്യക്കാരുടെ കൂടെ കൂട്ടിയാലും 700 ബില്യൺ എന്തോ ആവുന്നുള്ളൂ. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ?
ചൈനയുടെ 249 ബില്യൺ, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മൾ മിലിറ്ററി പവറിൽ അമേരിക്കനെ തൊട്ടാൻ പറ്റില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. അവിടെ ഫുള്ളി പ്രൈവറ്റൈസ്ഡ് ചെയ്ത്, ചൈനയിലൊന്നും ഒരിക്കലും അവർ പ്രൈവറ്റൈസ് ചെയ്യില്ല. മിലിറ്ററി പ്രൈവറ്റൈസ് ചെയ്താലും ഗവൺമെൻറ്റിൻ്റെ നല്ല സർവൈലൻസ് ഉണ്ടാവും. ഓരോ പോയിന്റിലും അവർ നോക്കിയിട്ടായിരിക്കും ചെയ്യുക. അവിടെയാണ് അമേരിക്കൻ പ്രൈവറ്റ് കമ്പനീസ് വരുന്നത്. അവർക്ക് ഒന്നും നോട്ടമില്ല. അവർക്ക് നമ്മുടെ സാധനം വെക്കണം, ഷെയർ പ്രൈസ് കൂട്ടണം, ഷെയർ ഹോൾഡർ വാല്യൂ കൂട്ടണം, കോൺട്രാക്റ്റ് കിട്ടണം അമേരിക്കൻ മിലിറ്ററിയുടെ. അതിനു വേണ്ടി അവർ എന്ത് വേണമെങ്കിലും ചെയ്യും. അതിന് ഇന്നതേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചെയ്താൽ അവർക്ക് എന്ത് തോന്നും, ഇത് ചെയ്യുന്നതൊക്കെ ന്യായമാണോ, ഇതൊക്കെ ലീഗലാണോ എന്നൊന്നും അവർക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. പിടികിട്ടിയ അതാണ് കാര്യം. റഷ്യയുടെ 129 ബില്യൺ ഉള്ളൂ റഷ്യ മിലിറ്ററി. അത് ചിലപ്പോൾ അൺഒഫീഷ്യലായിരിക്കും, റഷ്യക്കാരൻ്റെ ആയതുകൊണ്ട് അവർ അടിക്കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. 129 ബില്യൺ ഡോളേഴ്സ് ഒഫീഷ്യലി അവർ മിലിറ്ററിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. $1 ട്രില്യൺ ബഡ്ജറ്റിലുള്ള ആൾക്കാർ സമാധാനമായിട്ട് പോകുന്ന ഒരു സമയത്ത് അവർക്കത് മുതലാവോ? അവർക്കത് പറ്റുമോ? അതായത് $1 ട്രില്യൺ ബഡ്ജറ്റിലുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ഈ മിലിറ്ററി ഇൻഡസ്ട്രി അവിടെ. അപ്പോൾ അവർക്ക് എല്ലാ നാട്ടിലും എല്ലാ സമയത്തും നല്ല സമാധാനം, യുദ്ധവുമില്ല. മറ്റേ മാവേലി നാടുവാണിയുടെ കാലം പോലെ നല്ലൊരു സമയം, ഒരു യുദ്ധമില്ല, അടിപൊളി എന്ന് പറഞ്ഞ് അവർക്ക് ഇരിക്കാൻ പറ്റുമോ? അങ്ങനെ ഇരുന്ന് അവരുടെ ഈ സാധനം വെക്കാൻ പറ്റുമോ? അങ്ങനെ വിറ്റ് കഴിഞ്ഞാൽ ഷെയർ ഹോൾഡർ വാല്യൂ ഇടിയില്ലേ? കമ്പനി പൂട്ടേണ്ടി വരില്ലേ? അതിനവർ സമ്മതിക്കുമോ? അത്രേ ഉള്ളൂ. ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് നമ്മുടെ വീഡിയോ. അത്രേ ഉള്ളൂ. ഇതാണ് ഈ സിസ്റ്റം, ഈ ഫക്ഡ് അപ്പ് സിസ്റ്റം എന്ന് പറയില്ലേ, ഇതാണത്. ഈ ലോകത്ത് ഒരു സമാധാനവും ഉണ്ടാവാത്തതിൻ്റെ കാരണവും ഈ ലോകത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ പട്ടാളത്തിൽ ചേർന്ന് അവരൊക്കെ മരിക്കുന്നതും ഈ ഒരു സിസ്റ്റം കൊണ്ടാണ്. അതിപ്പോൾ അമേരിക്കയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ എല്ലാവരും ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മൾ അമേരിക്കയുടെ ആ ഒരു ഇൻഫ്ലുവൻസും അമേരിക്കയിലുള്ള ആ ഒരു സിസ്റ്റമാണ് ഈ ലോകത്തിൻ്റെ സമാധാനം കളയുന്നത്. അതാണ് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന സിസ്റ്റം. അതെങ്ങനെ വന്നു, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു 2-3 കുറേ എക്സാമ്പിൾസ് ഉണ്ട്. 2-3 എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. കിട്ടിയില്ല 2 എക്സാമ്പിൾ ഉണ്ട്. ഇവരെന്നെ യുദ്ധം ഉണ്ടാക്കും, എന്നിട്ട് ഇവരെന്നെ അവിടെ പോയി അവരിനൊക്കെ കുറേ പേരിനെ കൊല്ലും. അമേരിക്കൻ പട്ടാളക്കാർ അവിടെ പോയി മരിക്കും. അവർ ചിലപ്പോൾ മറ്റവർക്കും ഇവരെന്നെ തോക്ക് വെക്കും, അമേരിക്കയ്ക്കും ഇവരെന്നെ തോക്കുകൾ വെക്കും, മിസൈലുകൾ വെക്കും. എന്നിട്ട് ആ രാജ്യത്തിന് മുഴുവൻ തവിട് പൊടിയാക്കും, എല്ലാ ബിൽഡിങ്ങിനും പൊളിക്കും. എന്നിട്ട് അമേരിക്കൻ കമ്പനി തന്നെ വന്നിട്ട് ഈ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡീല് കൊടുക്കും. എന്നിട്ട് അവർ പറയും ഞങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി തരാമെന്ന് പറയും. എന്നിട്ട് അവരുടെ സ്ഥലം മുഴുവൻ ഇവരെടുക്കും, അവരുടെ ലാൻഡ് മുഴുവൻ ഇവർ അക്യൂർ ചെയ്യും. എന്തെങ്കിലും അവിടെ റിസോഴ്സസ് ഉണ്ടോ, ഓയിലുണ്ടോ, റയർ മിനറൽസ് ഉണ്ടോ, ലിത്തിയം ഉണ്ടോ, എന്ത് ഭണ്ഡാരം ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. എല്ലാം അവരെടുക്കും. ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കും. ഇയാളാണ് പ്രസിഡൻറ്റ്, വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു പപ്പറ്റ് ഗവൺമെൻറ്റിനും കൊടുക്കും. ഇതാണ് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം, കീട്ടിലിന് അടുത്ത എക്സാമ്പിൾ. ഈ യുക്രൈൻ റഷ്യക്ക് ഇന്നുണ്ടായതല്ലേ, അതിനെയൊക്കെ ഒഴിവാക്ക്. ഇപ്പോൾ ഒരു 3 കൊല്ലം മുന്നേ അല്ലേ ഈ യുക്രൈൻ റഷ്യയൊക്കെ തുടങ്ങിയത്. ഗ്രേറ്റസ്റ്റ് ആലൈ, ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് എന്ന് വിളിക്കുന്ന അമേരിക്കക്കാരുടെ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട് ആരാണ്? ഇസ്രായേൽ. ഈ ഇസ്രായേലിൻ്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ മോനെ, പൊള്ളി എക്സാമ്പിളാണ് കേട്ടോ. ഇവർക്ക് എത്ര ശതമാനമാണ് കൊടുക്കുന്നത്? 70% യുക്രൈന് കൊടുക്കുന്ന പൈസ മുഴുവൻ പോകുന്നത് ഈ അമേരിക്കൻ വെപ്പൺസ് മാനുഫാക്ചർ കമ്പനീസ് തന്നെയാണ്.
അവരിൻ്റെ തന്നെ കമ്പനീസിന് വെപ്പൺ കൊടുത്തിട്ട് ആ വെപ്പണാണ് അവിടെ കൊണ്ട് കൊടുക്കുന്നത്, അല്ലാണ്ട് പൈസ പോയി കൊണ്ട് കൊടുക്കുകയല്ല. ആ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇസ്രായേലിൻ്റെ കാര്യം ഒന്ന് കേട്ടോ. ഇസ്രായേലും 1950 തൊട്ടിട്ട് അമേരിക്കയായിട്ട് നല്ല ബന്ധമാണ്. അവർ $318 ബില്യൺ ഇത്രയും വർഷമായിട്ട്, 1950 എന്ന് പറയുമ്പോൾ 50 25 75 വർഷമായിട്ട് ചെറിയ ചെറിയ എമൗണ്ടാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാലും മൊത്തത്തിൽ പറയുമ്പോൾ $318 ബില്യൺ ഇതുവരെ കൊടുത്തിട്ടുണ്ട് അമേരിക്ക ഇസ്രായേലിന് 1950 കഴിഞ്ഞിട്ട്, 75 വർഷത്തിൻ്റെ സ്പാൻ്റെ ഇടയിൽ കേട്ടോ. 230 ബില്യൺ ഇതിലെ 318 230 ബില്യൺ എന്ന് പറയുന്നത് മിലിറ്ററി എയ്ഡാണ് ആൻഡ് മിസൈൽസാണ്. ആരുടെ മിലിറ്ററി എയ്ഡ്? ഇവരുടെ തന്നെ. കൊടുത്തു എന്ന് പറയുന്ന പൈസ കൊണ്ടു കൊടുക്കുകയല്ല ഇസ്രായേലിന്. അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ മിലിറ്ററിയുടെ സാധനങ്ങൾ മേടിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ 1 ട്രില്യൺ ബഡ്ജറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ട് മേടിക്കും. അതും പോരാ, കമ്പനീസ് ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അപ്പം എന്ത് വേണം? മറ്റുള്ള രാജ്യക്കാർക്കും നമ്മളെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് മേടിപ്പിക്കണം. ഇസ്രായേലുകാരനെ കൊണ്ട് മേടിക്കണം മിസൈൽ എന്ന് പറയിപ്പിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഒരു ഡീലുണ്ടാക്കിയിട്ട് കുറച്ചായിട്ട് പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. 230 ബില്യൺ അമേരിക്കൻ ഗവൺമെൻറ് അമേരിക്കൻ വെപ്പൺ മാനുഫാക്ചർ കമ്പനീസിന് കൊടുത്തിട്ട് നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ, ഇത്രയും വിലയുള്ള സാധനങ്ങളൊക്കെ ഇസ്രായേലിനെ കൊണ്ട് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ. അതുപോലെ അമേരിക്കയും ഇസ്രായേലും തമ്മിലൊരു ഡീലുണ്ട്. $3.8 ബില്യൺ ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണം. ആർക്ക്? അമേരിക്ക ഇസ്രായേലിന്. ആ 3.8 99.8% മിലിറ്ററി എയ്ഡ് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെപ്പൺ മേടിക്കാനാണ്. 99.8% ഈ $3.8 ബില്യൺ. ബാക്കി 0.2% എക്കണോമിക് പേർപ്പസിനാണ്. അത് ചിലപ്പോൾ ഈ വെപ്പൺസ് കൊണ്ടുപോകണമല്ലോ, അപ്പോൾ അതിൻ്റെ വല്ല വണ്ടിക്കൂലി എന്നേയായിരിക്കും. ഒക്ടോബർ 7 എല്ലാവർക്കും ഓർമ്മയുണ്ട്. ഒക്ടോബർ 7 ഹമാസുകാർ കാണിച്ച പരിപാടി, തോന്നിവാസം. ഒക്ടോബർ 7 ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് അമേരിക്കക്കാർ ഒരു എക്സ്ട്രാ $17.9 ബില്യൺ കൊടുത്തിട്ടുണ്ട്. ആർക്ക്? ഇസ്രായേലിന് 2023 ഈ ആ പ്രശ്നം കഴിഞ്ഞിട്ട് ഉടനെ 4.9 ബില്യൺ നേവൽ ഡിപ്ലോയ്മെൻറ്റിന്, അതായത് അവിടെ പോയി കപ്പൽ, ഈ അമേരിക്കൻ്റെ കുറേ എയർക്രാഫ്റ്റ് കാരിയേഴ്സിനൊക്കെ അവിടെ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് കാലമായിട്ട് അവിടെ തന്നെ ഉണ്ട് തോന്നുന്നു. അതിന് അമേരിക്കൻ്റെ ചിലവ് എങ്ങനെയാണെന്ന് വെച്ചാൽ $4.9 ബില്യൺ ആണ്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒക്ടോബർ 7 കഴിഞ്ഞിട്ട് അമേരിക്കയ്ക്ക് നല്ല കച്ചവടമാണ്. എത്ര രൂപേൻ്റെ കച്ചവടമാണ്? 5ഉം 18ഉം 23 ബില്യൺ മൊത്തം ബിസിനസ് നടന്നിട്ടുണ്ട് ഒക്ടോബർ 7 കഴിഞ്ഞിട്ട്. ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ് എന്ന് പറയും ഇതിന്. നേരത്തെ പറഞ്ഞു 1 ട്രില്യൺ ഉണ്ട് അമേരിക്കക്കാർക്ക്, അമേരിക്കൻ മാനുഫാക്ചറേഴ്സിൻ്റെ കയ്യിൽ നിന്ന് അമേരിക്കൻ മിലിറ്ററിക്ക് സാധനങ്ങൾ മേടിക്കുക. 1 ട്രില്യൺ ഉണ്ട്. അത് പോരാ, ഇനിയും വേണം പൈസ. അപ്പോൾ അതിനെന്ത് ചെയ്യും? അമേരിക്ക തന്നെ വേറെ രാജ്യങ്ങൾക്ക് ഫണ്ട് കൊടുക്കും. പറയുമ്പോൾ ഫണ്ട് കൊടുക്കുന്നതാണ് പറയുക, പക്ഷേ ലോണായിട്ടായിരിക്കും അത് കൊടുക്കുക. ആ കൊടുക്കുന്നതിൻ്റെ പേരെന്താ വെച്ചാൽ ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ് എന്നാണ് പറയുക. പുറത്തുള്ള രാജ്യക്കാർക്ക് ഉള്ള ഫൈനാൻസ് കൊടുക്കുന്ന പോലെ. പക്ഷേ അതിലൊരു ഇത് വയ്ക്കും, ഇത്ര ശതമാനം, അതായത് ഇപ്പോൾ ഒരു 80% 70% ഞങ്ങളുടെ രാജ്യത്തുള്ള കമ്പനീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ മേടിക്കണം എന്ന് പറഞ്ഞിട്ട് അതിലൊരു പോയിൻ്റ് വയ്ക്കും ആ ഡീലിൽ. അപ്പോൾ ആർക്കാ ലാഭം? അമേരിക്കൻ കമ്പനീസ് കൂടുതൽ കച്ചവടം കിട്ടും, അവർ കൂടുതൽ വളരും, അമേരിക്കൻ എക്കണോമി ഡെവലപ്പാവും, അമേരിക്കൻ ആൾക്കാർക്ക് കുറേ പേർക്ക് ജോലി കിട്ടും. പിടികിട്ടിയ? ഇതാണ് FMF എന്ന് പറയും,
ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ്. ഇതാണ് ഇവർ ഉക്രൈനിലും ചെയ്തത്. ഇതാണ് ഇവർ ഇസ്രയേലിൻ്റെ അടുത്ത് 75 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇസ്രയേലിൻ്റെ ഡീൽ എങ്ങനെയാണെന്ന് വ്യക്തമായിരിക്കും പറഞ്ഞുതരാം. ഇസ്രയേലിൽ ഇതുവരെയുള്ള ഡീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10 കൊല്ലത്തെ ഡീൽ ഉണ്ട് പറഞ്ഞു. 2018 സ്റ്റാർട്ട് ചെയ്തതാണ്, അത് 2028 അവസാനിക്കും. റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇസ്രയേലിൻ്റെ സപ്പോർട്ട് നിർത്തുകയില്ല, അത് പണ്ടുതൊട്ടേ ഉള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ളത് $3.8 ബില്യൺ എല്ലാ വർഷവും കൊടുക്കും 2028 വരെ. അത് കഴിഞ്ഞ് അത് റിന്യൂ ചെയ്ത് വേറൊരു എമൗണ്ട് ആയിരിക്കും, വേറൊരു സംഭവമായിരിക്കും. ഇപ്പോൾ ഇവരുടെ ഡീൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 74% ഈ 3.8 കൊടുക്കുന്നതിൻ്റെ 74% അമേരിക്കൻ കമ്പനീസിൽ നിന്ന് തന്നെ സാധനങ്ങൾ മേടിക്കണം. വെപ്പൺസ് 99.8% മിലിറ്ററി എക്യുപ്മെൻറ്റ്സേ മേടിക്കാൻ പറ്റുള്ളൂ. അതിൽ 74% അമേരിക്കൻ കമ്പനീസ് മേടിക്കണം. ബാക്കി 26% ഇസ്രയേലിൻ്റെ തന്നെ അതിൻ്റെ അകത്ത് IAI എന്നൊക്കെ പണ്ട് വേറെ കുറേ കമ്പനീസ് ഉണ്ട് ഈ വെപ്പൺസൊക്കെ ഉണ്ടാക്കുന്നത്. അവരുടെ കയ്യിൽ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ ഫോറിൻ കമ്പനീസിൽ നിന്നും മേടിക്കാം. ഇസ്രയേലുകാർ 26% ഫോറിൻ കമ്പനീസ് മേടിക്കാം. പക്ഷേ 2028 കഴിഞ്ഞാൽ ആ പെർസെൻറ്റേജ് ഇല്ലേ, 74% എന്നുള്ള പെർസെൻറ്റേജ് ഇല്ലേ, അത് 100 ആവും. നെക്സ്റ്റ് ഡീലിൽ അവർ ചിലപ്പോൾ ഈ 3.8 എന്നുള്ളത് ചിലപ്പോൾ ഒരു 5 അല്ലെങ്കിൽ ഒരു 4 എന്തെങ്കിലും ആക്കും. ആ മുഴുവൻ എമൗണ്ടും അമേരിക്കയ്ക്ക് തന്നെ വരും. 100% ആക്കാനുള്ള ഒരു ക്ലോസ് അവരതിൽ വെച്ചിട്ടുണ്ട്. 100% ആക്കാനുള്ള 2028 ആകുമ്പോഴേക്കും. ഇനിയിപ്പോൾ ഇതൊരു ഇസ്രായേലിൻ്റെ എക്സാമ്പിളാണ്. പാകിസ്ഥാൻ്റെ എക്സാമ്പിൾ, ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ്ങിൽ മാത്രം 2017 $225 മില്യൺ കൊടുത്തിട്ടുണ്ട്. 2018 അത് 100 മില്യനായി, 2019 അത് 80 മില്യനായി, 2024 ഈ കഴിഞ്ഞ കൊല്ലം 36 മില്യൺ. മൊത്തം ടോട്ടൽ ഈ പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്തത് അമേരിക്ക ഈ FMF അല്ലാതെ, ഫോറിൻ മിലിറ്ററി ഫൈനാൻസിങ് അല്ലാതെ മൊത്തത്തിൽ $33 ബില്യൺ കൊടുത്തിട്ടുണ്ട് 2002 ശേഷം 2019 വരെ. ആലോചിച്ച് നോക്ക്, 2001 വേൾഡ് ട്രേഡ് സെൻറ്റർ പൊട്ടി വീണത്. അതിനുശേഷം 2019 വരെ, 2022 തൊട്ട് 2019 വരെ $33 ബില്യൺ വെറുതെ കൊടുത്തിരിക്കുക പാകിസ്ഥാന്. എന്തുകൊണ്ടാണ്? ശത്രുവായിട്ടും എന്തിനാണ് ഈ പൈസ കൊടുക്കുന്നത്? എന്നാലേ കച്ചവടം നടക്കുള്ളൂ. എന്ത് കച്ചവടം? വെപ്പൺസിൻ്റെ കച്ചവടം, മിലിറ്ററി എക്യുപ്മെൻസിൻ്റെ കച്ചവടം. ഈജിപ്തിന് അമേരിക്ക 1.3 ബില്യൺ എല്ലാ കൊല്ലവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്രയേലും ഈജിപ്തും തമ്മിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം തീർത്ത് ഒരു പീസ് ഡീൽ സൈൻ ചെയ്തു അമേരിക്ക വെച്ചിട്ട്. ആ പ്രശ്നം തീർത്തതിനാണ്, അതായത് ഇസ്രയേലുമായിട്ട് പ്രശ്നം ഈജിപ്ത് തീർത്തതുകൊണ്ട് അമേരിക്ക എല്ലാ കൊല്ലവും 1.3 ബില്യൺ ഈജിപ്തിന് കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ജോർഡാൻ അതേപോലെ $425 മില്യൺ എല്ലാ വർഷവും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ കുറേ രാജ്യങ്ങളുണ്ട് ചെറിയ മില്യൺ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ചെക്ക് ചെയ്യാവുന്നതാണ്. മനസ്സിലായി? അതായത് ഇവർ ഇങ്ങനെ ഓരോ രാജ്യങ്ങൾക്ക് മക്കളെ തോക്ക് വേണോ, മക്കളെ ഇത് വേണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുക. തോക്ക് കൊടുക്കുന്നത് ഇവരുടെ ആർസനലിലുള്ള സാധനങ്ങൾ. ഇവർ കുറേ സ്റ്റോക്ക് പൈൽസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഈ തോക്കും ബോംബും മിസൈൽസൊക്കെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. പഴയ സ്റ്റോക്ക് എടുത്ത് കൊടുക്ക്, ഇസ്രായേൽ വന്നിട്ടുണ്ട് കൊടുക്ക്, ഈജിപ്ത് വന്നിട്ടുണ്ട് കൊടുക്ക്, പാകിസ്ഥാൻ എന്തെങ്കിലും ബാക്കിയുള്ളതൊക്കെ എടുത്ത് കൊടുക്ക്. ആ ഒരു സീനാണ് ഇവിടെ നടക്കുന്നത്. ഇത് നമ്മൾക്ക് ഞാനിതിലിങ്ങനെ ഓരോന്ന് നോക്കുമ്പോൾ എല്ലാം ശരിക്കും ഫാക്ട്സാണ്. ഇതൊന്നും നമ്മളിങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇത് തമാശയ്ക്ക് നമുക്ക് പറയാം സ്റ്റോക്ക് എടുത്ത് കൊടുക്ക്, അങ്ങനെ തന്നെയാണ്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ചില സാധനങ്ങൾ അമേരിക്ക പുറത്ത് കൊടുക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞ F-22 പുറത്ത് കൊടുക്കില്ല, B-2 ഒന്നും B-2 ആയിരിക്കും എൻ്റെ സാധനങ്ങളെ ഒന്നും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇനി നമുക്കറിയാനുള്ളത് ഈ പേരെങ്ങനെ വന്നു. ഇതിപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ചുമ്മാ ഇങ്ങനെ ഉണ്ടാക്കി പറയുന്നതാണോ? അത് ഇപ്പോൾ നമ്മളിത് ആദ്യം കേൾക്കുമ്പോൾ, ഞാനും ഈ കാര്യമൊക്കെ ആദ്യം കേട്ടപ്പോൾ
ഇതെന്താ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, എന്താ ഇത്, ഇങ്ങനെ കുറച്ച് കമ്പനികൾ വന്നിട്ട് അവർക്ക് ഇവിടെ എന്തും ചെയ്യാമെന്നുള്ളൊരു അധികാരമുണ്ടോ? ഏത് രാജ്യത്തും എപ്പോഴും ഏത് സമയത്ത് വേണമെങ്കിലും ഒരു യുദ്ധം ഇവരെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതെന്താ ഇത്ര പവർഫുൾ ആണോ എന്ന് നമുക്കൊരു സംശയം വരും. ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഈ സംശയം ഉണ്ടാവും, സ്വാഭാവികം. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി അല്ല, ഇതെങ്ങനെ ഉണ്ടായി, ഈ വാക്ക് എങ്ങനെ ഉണ്ടായി, ഇതാരാണ് ഇതുണ്ടാക്കിയത്, ഇത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക്, ഒന്ന് ബാക്കിലോട്ട് പോകണം. 1961 ജനുവരി 17 ലാസ്റ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സ് എന്ന് പറയും. അതായത് ഒരു പ്രസിഡൻറ്റ് ടാറ്റ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ പോകുമ്പോൾ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്യും, ഒരു ലൈവായിട്ട് നമ്മൾ ഇത്രയൊക്കെ ചെയ്തു, എല്ലാത്തിനും നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ടാറ്റ എന്ന് പറഞ്ഞിട്ട് പോവും. ഡ്വൈറ്റ് ഡി ഐസൻഹവർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസിഡൻറ്റ്, പുള്ളി ആരാന്നും കൂടെ നോക്കണം. 5 സ്റ്റാർ ജനറലാണ് പുള്ളി. അതായത് വേൾഡ് വാർ സെക്കൻഡിൽ പങ്കെടുത്തിട്ടുള്ള ഒരു വലിയൊരു ജനറൽ റാങ്കിങ്ങിലുള്ള 5 സ്റ്റാർ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റാങ്കിങ് സിസ്റ്റമാണ്. അതായത് ടോപ്പായിട്ടുള്ള ഒരു മിലിറ്ററി ഗൈയാണ് ആൾ, ശരിയായ പട്ടാളക്കാരൻ. പൊളിറ്റീഷ്യൻ ആവുന്നതിന് മുന്നേ ആൾ പട്ടാളത്തിലായിരുന്നു. ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു വെപ്പൺ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു മൊത്തം രാജ്യത്തിൻ്റെ ഒരു പട്ടാള ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യുന്നതൊക്കെ പുള്ളിക്ക് കംപ്ലീറ്റ് അറിയാം. അതിലൊരു വോക്കായിട്ടുള്ള ഒരാളല്ല, പ്രോ വാറാണ് പുള്ളി പട്ടാളക്കാരനാണല്ലോ, അപ്പോൾ യുദ്ധമൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ആളാണ്. പുള്ളിയുടെ സമയത്താണ് കൊറിയൻ വാർ എന്ന് പറയും. കൊറിയൻ വാർ, നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു. അതിൽ കൊറിയൻ വാർ അവസാനിച്ച ആ ഒരു സമയത്താണ് പുള്ളി ഈ പ്രസിഡൻ്റ് ആയത്. ഓക്കെ, പിന്നെ ഈ വിയറ്റ്നാം വാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് പുള്ളി പ്രസിഡൻഷ്യൽ അയാളുടെ 2 ടേം അയാൾ ഇരുന്നത്. വിയറ്റ്നാം വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് പുള്ളി പ്രസിഡൻ്റായിട്ട് ഇരുന്നത് കേട്ടോ. പുള്ളി ആണ് ഒരു കാര്യം, അയാൾ ആ ഒരു ലാസ്റ്റ് പ്രസിഡൻഷ്യൽ അഡ്രസ്സിൽ അയാൾ അൺസ്ക്രിപ്റ്റഡ് ആണോ എന്നറിയില്ല, അയാൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞത്, ഒരു വാർണിംഗ് ആയിരുന്നു അത്. ആക്ച്വലി അത് അന്ന് എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് അറിയില്ല. ഇന്ന് ആ ഒരു അഡ്രസ്സ് എടുത്തിട്ട് എല്ലാവരും ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു വാർണിംഗ് ആണ്, നമ്മളെല്ലാവരും ഇത് മിസ് ചെയ്തു എന്നവർ പറയാണ്. മിലിറ്ററി, പൊളിറ്റീഷ്യൻസ്, പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സ്, ഡിഫൻസ് കോൺട്രാക്ടേഴ്സ്, ഇവർ 3 പേരും തമ്മിൽ ഒരു അവിഹിത ബന്ധം, അതായത് ഒരു ഇല്ലീഗൽ ഒരു ബന്ധം ഈ 3 പേരും തമ്മിലുണ്ട്. യുദ്ധം കൂടുന്നോ അത് ഒരു ആദർശത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒരു ഐഡിയോളജിൻ്റെ പേരിലോ അല്ലെങ്കിൽ കുറച്ച് ബോർഡർ ആ സ്ഥലം കുറച്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഒന്നുമല്ല. ഇത് വാർ പ്രോഫിറ്റിംഗ് ആണ്. മോർ വാർ ഈസ് ഈക്വൽ ടു മോർ പ്രോഫിറ്റ് ഫോർ ദീസ് കമ്പനീസ്. ഒരു വാർ തുടങ്ങണമെങ്കിലോ അല്ലെങ്കിൽ ഒരു വാറിനെ നീട്ടിക്കൊണ്ട് പോകണമെങ്കിലോ ബെനിഫിറ്റ് ഉണ്ടാവുന്നത് ഈ 3 ആൾക്കാർക്കാണ്. പൊളിറ്റീഷ്യൻസും പ്രൈവറ്റ് കോൺട്രാക്ടേഴ്സും മിലിറ്ററി കോൺട്രാക്ടേഴ്സും, ഈ 3 ആൾക്കാർക്കാണ് ഇതിൻ്റെ ഫുൾ ബെനിഫിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ആണ്. ഈ സിസ്റ്റം നമ്മൾ മനസ്സിലാക്കണം, ഇതിങ്ങനെ പോയാൽ നമ്മൾ തകരും എന്ന് പുള്ളി അന്നൊരു വാർണിംഗ് തന്നു. പുള്ളിയാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു പേര് ഇടുന്നത്, മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്നുള്ളൊരു പേരിടുന്നത്. ഈ മൊത്തം ഈ വെപ്പൺ മാനുഫാക്ചറിങ് കമ്പനീസ് ഈ അമേരിക്ക ഉണ്ടല്ലോ, അതിനെയാണ് പുള്ളി അങ്ങനെ വിളിച്ചത്. ഇപ്പോൾ കുറേ ഫണ്ടിങ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് 900 ബില്യൺ എന്തോ ആയിരുന്നു, ഇപ്പോൾ 1 ട്രില്യൻ്റെ മുകളിലായി. ട്രംപൊക്കെ വന്ന് എന്തൊക്കെയോ കൂട്ടിയിട്ട് ഈ സ്കൂള്, ഇൻഫ്രാസ്ട്രക്ചർ, മറ്റേ സോഷ്യൽ സർവീസ് അങ്ങനത്തുള്ള എല്ലാ ഫണ്ടിങ്ങിനെയും മാറ്റിയിട്ടാണ് ഈ ഒരു മിലിറ്ററി ഫണ്ടിങ് അവർ കൊടുക്കുന്നത്. ഇപ്പോൾ ഇപ്പോൾ $1 ട്രില്യൺ ഇവർക്ക് ചിലവാക്കുന്നില്ല എന്ന് വിചാരിച്ചോ? ഈ മിലിറ്ററി എക്യുപ്മെൻറ്റ്സ് ഒന്നും വാങ്ങിക്കുന്നില്ല വിചാരിച്ചോ? അവർക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക? ഈ കുറച്ച് കമ്പനീസിനെ നന്നാക്കാൻ വേണ്ടിയിട്ട്, ഈ കുറച്ച് കമ്പനീസിന് അവരുടെ കച്ചവടം കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ
ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അത് എങ്ങനെ നോക്കുമ്പോൾ ഒരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാണ്. അതായത് ജസ്റ്റിഫയബിൾ ഒരിക്കലും അല്ല. അത് അവിടുത്തെ ജനങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ മനസ്സിലാക്കുന്നത്. പുള്ളി അന്ന് 61 വന്നിട്ട് ഇങ്ങനെ ഒരു വാണിംഗ് കൊടുത്തിട്ട് പോയിട്ടുണ്ട്. കൊറിയൻ വാർ എന്ന് ഞാൻ പറഞ്ഞു. ഈ കൊറിയൻ വാറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോവിയറ്റ് യൂണിയനും, അതായത് പണ്ടത്തെ റഷ്യയും ചൈനയും നോർത്ത് കൊറിയയും, അവർ നമ്മുടെ അമേരിക്കയും സൗത്ത് കൊറിയ ആയിട്ട് ഫൈറ്റിംഗ് ആയിരുന്നു. നോർത്തും സൗത്തുമാണ് ശരിക്കും ഫൈറ്റ് ചെയ്യുന്നത്. പക്ഷേ സൗത്ത് കൊറിയയ്ക്ക് വെപ്പൺസൊക്കെ കൊടുക്കുന്നത് അമേരിക്ക. പട്ടാളക്കാരനെയും കുറേ അയച്ചിട്ടുണ്ട് അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. നോർത്ത് കൊറിയൻ്റെ കൂടെ മറ്റേ സോവിയറ്റ് യൂണിയനും ചൈനയും അവരൊക്കെ കൂടി അവരും സപ്പോർട്ട് ചെയ്യണം. അവർക്ക് എന്ത് വേണം? അവരുടെയും സാധനങ്ങൾ വിൽക്കണം. അവരുടെയും റഷ്യയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങൾ അവർക്ക് വിൽക്കണമല്ലോ. യുദ്ധമൊന്നും ഇല്ലെങ്കിൽ ഇത് ആര് മേടിക്കുന്നത്? ക്യാൻസർ ഇല്ലെങ്കിൽ ക്യാൻസർ ഹോസ്പിറ്റലുണ്ടോ? ഡയബറ്റീസ് ഇല്ലെങ്കിൽ ഡയബറ്റീസ് ഹോസ്പിറ്റലുണ്ടോ? മരുന്നുകളുണ്ടോ? ഡോക്ടർമാരുണ്ടോ? ഈ മെഡിക്കൽ ഇൻഡസ്ട്രി ഉണ്ടോ? ഈ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ ഒരു ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്താൽ മതി, സംഭവം പിടികിട്ടും. അപ്പോൾ എനിക്കൊരു സംശയം വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയുന്നു ഇപ്പോൾ ഇത്ര വലിയ ഇൻഡസ്ട്രിയാണ് മിലിറ്ററി ഇൻഡസ്ട്രി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ പട്ടാളക്കാർ ചേരണ്ടേ? പിടിച്ചുകൊണ്ട് പോയി പട്ടാളത്തിൽ ചേർക്കുന്നത് ഇപ്പോൾ ഉക്രൈനിലും റഷ്യയിലൊക്കെ അങ്ങനെ കൊണ്ട് ചേർത്തുന്നുണ്ട്. അതുപോലെ അല്ലല്ലോ സാധാരണ സമയത്ത് ഒരാളിനെ നിർബന്ധിച്ചിട്ട് പോയി നീ പോയി പട്ടാളത്തിൽ പോയി ചേടാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിനെന്ത് വേണം? ഒരു സിസ്റ്റം ഉണ്ടാക്കണം. കാരണം ഇതാണ് പറയുന്നത്, ഇവർ ഈ ഒരു ഇൻഡസ്ട്രീനെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഫുൾ സിസ്റ്റം, ഇത് ഒരു മിലിറ്ററി സിസ്റ്റം മാത്രമല്ല, അതിൻ്റെ പുറമേ ഉള്ള സിസ്റ്റം കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. പറഞ്ഞുതരാം. എന്തുകൊണ്ട് ആൾക്കാർ പട്ടാളത്തിൽ ചേരണം? ഓക്കെ, അമേരിക്കയുടെ കേസാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അത് മനസ്സിലായാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളും മനസ്സിലാവും. മിഡിൽ ക്ലാസ് ആൻഡ് ലോവർ ക്ലാസ് ആൾക്കാരുണ്ടല്ലോ, അവരിനെ എങ്ങനെയെങ്കിലും ഈ പട്ടാളത്തിൽ എത്തിക്കണം. പൈസക്കാരൻ്റെ അടുത്ത് പോയിട്ട് നിങ്ങൾ പട്ടാളത്തിൽ ചേരുക പറഞ്ഞാൽ അവൻ ചേരില്ല. ഇപ്പോൾ ഏതെങ്കിലും ബില്യണറിൻ്റെ മക്കളോ അല്ലെങ്കിൽ മില്യണറിൻ്റെ മക്കളോ പട്ടാളത്തിൽ ചേർന്നിട്ടുണ്ടോ? ഇല്ല. അവരുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കി അവർ ആ ലക്ഷറി ലൈഫിൽ പോവും. പാവങ്ങൾ എന്ത് വേണം? അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ ആക്കി വെക്കണം. അവർക്ക് ഒരു ഓപ്ഷൻ ഇല്ലാതെ ആക്കി വെക്കണം. ഒരു എക്സാമ്പിൾ ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു ഇൻസുലിൻ്റെ ഒരു വയലുണ്ടല്ലോ, നമ്മൾ ഇൻസുലിൻ വെക്കില്ല ഡയബറ്റീസ് ഉള്ളവർക്ക്, അതിൻ്റെ ഒരു ആവറേജ് കോസ്റ്റ് എന്ന് പറയുന്നത് $200. ഓക്കെ, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയില്ല, നമ്മുടെ ഹാർട്ടിൽ ബ്ലോക്ക് വന്നാൽ നമ്മൾ ചെയ്യില്ലേ, സ്റ്റെം ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സംഭവമില്ലേ, അതിന് $40,000 അമേരിക്കൻ ഡോളേഴ്സാണ് ചിലവ്. നമ്മുടെ ഒരു 35 ലക്ഷം രൂപയായിട്ട് വരും. ഒരു കുട്ടീനെ ജനിപ്പിക്കണം, അതായത് കുട്ടി പ്രസവിക്കാൻ വേണ്ടിയിട്ട് $15,000 അവിടുത്തെ നോർമൽ ഒരു ബില്ല് വരിക. നമ്മുടെ 13 ലക്ഷം രൂപയാണ് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഒരു MRI സ്കാനിന് 3,000 രൂപയാണ് ആവറേജ്. 3,000 അമേരിക്കൻ ഡോളേഴ്സാണ് ആവറേജ്. നമ്മുടെ 2.62 ലക്ഷം 2.62 ലക്ഷം രൂപയായിട്ട് വരും. നമ്മുടെ അവിടെ MRI എടുക്കാൻ എത്ര രൂപ? ഒരു 3,000 to 5,000 രൂപയല്ലേ നമ്മളവിടെ മാക്സിമം വരുള്ളൂ MRI എടുക്കാൻ. അവിടെ എത്രയാ? 2.62 ലക്ഷം രൂപ. അമേരിക്കൻ മെഡിക്കൽ സിസ്റ്റം അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജോലിയുണ്ടോ, ഇൻഷുറൻസ് ഉണ്ടോ, എന്നാലേ നിങ്ങൾക്ക് ഈ രാജ്യത്തിലുള്ള മെഡിക്കൽ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പേര് UK-ലും പുറത്തൊക്കെ കാനഡയിലൊക്കെ ഉള്ള ആൾക്കാർ ഈ കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങൾക്കിത് അറിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നോക്കാം. വേൾഡിലെ തന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം ഉള്ളത് അമേരിക്കയിലാണ്. വൺ ഓഫ് ദ എക്സ്പെൻസീവ് ഹെൽത്ത് കെയർ സിസ്റ്റം
ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമേരിക്കയിലാണ്. അത് അവർ വെറുതെ ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണോ? അല്ല. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പാവപ്പെട്ടവന് ജോലി കിട്ടിയാലേ അവന് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇൻഷുറൻസ് കിട്ടിയാലേ അവന് എന്തെങ്കിലും നാളെ അസുഖം വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് കിട്ടുള്ളൂ. ജോലിയൊന്നും ഇല്ല എന്ന് വെച്ചോ, ഇപ്പോൾ ജോലിയൊന്നും കിട്ടുന്നില്ല, അവൻ നാളെ നീ അസുഖം വന്നാൽ അവൻ മരിക്കുകയാണ്, അവനവിടെ ഹെൽത്ത് കെയർ ഇല്ല. അപ്പം അവന് ഒരു അവസാനത്തെ ഓപ്ഷൻ എന്താണ്? പട്ടാളത്തിൽ ചേരുക. പട്ടാളത്തിൽ ചേരാൻ ഫ്രീ ആണ്, ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് അവിടെ പോയി അവർക്ക് നിങ്ങളുടെ ഹെൽത്തൊക്കെ നോക്കും. നിങ്ങൾ ഹെൽത്തി ആണെങ്കിൽ നിങ്ങളെ ബാറ്റിൽ ഫീൽഡിലോട്ട് വിടും. നിങ്ങൾ ഹെൽത്ത് കുറച്ച് കുറവുള്ള ആളാണ്, ഞങ്ങൾക്ക് പട്ടാളത്തിൽ തന്നെ വേറെ പല ജോലികളും ഉണ്ടല്ലോ, അതിലേക്ക് വിടും. മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സിനുള്ള ഇൻഷുറൻസ് ഉണ്ട്, ഹൗസിംഗ് അലവൻസ് ഉണ്ട്, എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ്സ് ഉണ്ട്. കുട്ടികൾക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ വേറെ എത്ര കുട്ടികളുണ്ടെങ്കിലും അവർക്കുള്ള എഡ്യൂക്കേഷണൽ ബെനിഫിറ്റ് പട്ടാളത്തിൽ ചേർന്ന് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, ഒരു സ്റ്റഡി പേ ചെക്ക് ഉണ്ട്, 20 വർഷത്തെ സർവീസ് ചെയ്തു കഴിഞ്ഞാൽ പെൻഷനുണ്ട്, 50% സാലറി എത്രയാണ് കിട്ടിക്കൊണ്ടിരുന്നത് അതിൻ്റെ 50% പെൻഷനും കിട്ടും മിലിറ്ററിയിൽ. അപ്പോൾ ഒരു സാധാരണക്കാരൻ, ഒരു അൺസ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ, പുള്ളി ഇങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ജോലിയില്ല, മാക്ഡൊണാൾഡ്സിൽ പോയിട്ട് ബർഗർ വറുക്കാൻ നിൽക്കുമോ, പട്ടാളത്തിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും ബെനിഫിറ്റാണ് അവന് കിട്ടാൻ പോകുന്നത്. അവനെവിടെ പോവും? പട്ടാളത്തിൽ പോവും. അങ്ങനെയാണ് ഒരു സിസ്റ്റം ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കേണ്ടത്. എന്തിന്? ആൾക്കാരെ കൊണ്ട് ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് പട്ടാളത്തിൽ ചേർത്താൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു ഫക്ഡ് അപ്പ് സിസ്റ്റം ഉണ്ടാക്കി വെക്കണം. നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മരിക്കേണ്ടി വരും എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ സാധനത്തിനും, മരുന്നിനും എല്ലാത്തിനും വില കൂട്ടി വെച്ചിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോലി വേണം, എന്നിട്ട് അതിൽ ഇൻഷുറൻസ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല, പട്ടാളത്തിൽ പോകണം. ഐ ഹോപ്പ് യു ഗെറ്റ് ഇറ്റ്. ഇഷ്ടംപോലെ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ട്. ഒരു ഹോട്ടലിൽ, ഫ്ലൈറ്റിൽ, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ, റെസ്റ്റോറൻറ്റ്സിൽ, ജിമ്മിൽ, എല്ലാത്തിലും ഈ പട്ടാളക്കാർക്ക് അമേരിക്കയിൽ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുക്കും. ഇതാണ് സംഭവം. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ്, അതിനെ സപ്പോർട്ട് ചെയ്യാൻ പട്ടാളക്കാർ വേണം. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഗവൺമെൻറ് ഇഷ്ടംപോലെ ടാക്സ് പെയറിൻ്റെ മണി, ടാക്സ് കൊടുത്ത മണി അവർ പൈസ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഡീൽസിലും വേറെ രാജ്യങ്ങൾക്ക് ലോൺ കൊടുത്ത് അതിന്നും കൊടുക്കുന്നുണ്ട്. പട്ടാളക്കാരനെ കിട്ടണമെങ്കിൽ സാധാരണക്കാരനെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനവരൊരു എക്സ്പെൻസീവ് സിസ്റ്റം ഉണ്ടാക്കി, ഇവിടെ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി, സാധാരണക്കാർക്ക് ജോലിയും കിട്ടില്ല എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി. ആ സിസ്റ്റം അവനെ നേരെ പട്ടാളത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എപ്പോഴും കുറേ പട്ടാളക്കാരുടെയും കിട്ടും. ഈ വെപ്പൺ ഇൻഡസ്ട്രിക്ക് ഇഷ്ടംപോലെ ഓർഡേഴ്സും കിട്ടും. ഇനി ഓർഡേഴ്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? മാവേലി മറ്റേ നാടുവാണിയിടും കാലം പോലെ ഇരിക്കാൻ പറ്റുമോ? പറ്റില്ല. കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ കോൺഫ്ലിക്റ്റ് ആഫ്റ്റർ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടേയിരിക്കണം. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. 2 യുദ്ധത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. വിയറ്റ്നാം യുദ്ധവും ഇറാഖ് വാർ. ഓക്കെ, വിയറ്റ്നാം യുദ്ധം എന്ന് പറയുന്നത് 1960 to 1975 കാലഘട്ടത്തിൽ, ഒരു 15 വർഷം കാലഘട്ടത്തിലാണ് ഈ വിയറ്റ്നാം വാർ നടന്നത്. ഇതെന്താ സംഭവം? ബേസിക് സംഭവം മാത്രം ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയ്ക്ക് എവിടെയൊക്കെ കമ്മ്യൂണിസം വരുന്നുണ്ടോ ആ രാജ്യങ്ങളിലേക്ക് തകർക്കണം. സോഷ്യലിസം, കമ്മ്യൂണിസം ബേസ്ഡ് ആയിട്ടുള്ള ഗവൺമെൻറ് ഈ റഷ്യനെ കണ്ടിട്ട് കോൾഡ് വാർ എന്ന് പറയും. കോൾഡ് വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞതിന് ശേഷം ഈ സെക്കൻഡ് വേൾഡ് വാറിൽ റഷ്യയും അമേരിക്കയൊക്കെ ഒരേ അലൈസ് ആയിരുന്നു. അലൈഡ് ഫോഴ്സസ് എന്നാണ് ഇവർ വിളിക്കുക.
റഷ്യ അമേരിക്കയൊക്കെ ഒരേ സൈഡിൽ നിന്നിട്ടാണ് യുദ്ധം ചെയ്തത് നാസികൾക്കെതിരെ. ബോൾഷെവിക് റവല്യൂഷൻ എന്നൊക്കെ പറയും. ഈ മറ്റേ റഷ്യയിൽ കമ്മ്യൂണിസം വന്നു. അപ്പോൾ അത് അമേരിക്കയ്ക്ക് അത്ര പിടിച്ചില്ല. അവിടെ അമേരിക്ക പറഞ്ഞാൽ ക്യാപിറ്റലിസം ആണ് അവരുടെ ബേസിക് ഐഡിയോളജി. ഫ്രീ മാർക്കറ്റ് എന്നൊക്കെ പറയും. എന്നിട്ട് ഫ്രീ മാർക്കറ്റ് ഉണ്ടോ? അതുമില്ല. അവിടെ ഇപ്പോൾ ഫുള്ള് മോണോപ്പൊളി തന്നെയാണ്. ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്നില്ല എന്നുള്ളൂ, അവിടെ കമ്പനീസ് കൺട്രോൾ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ലേറ്റ് സ്റ്റേജ് ക്യാപിറ്റലിസം എന്ന് പറയും അതിനെ. ഇപ്പോൾ ഇതാണ് കുറേ ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഇതിലേക്കൊന്നും പോകണ്ട. നമുക്ക് മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എങ്ങനെയാണ് ഒരു അമേരിക്കനെ എപ്പോഴും ഓരോ യുദ്ധത്തിലേക്ക് ഇറക്കി വിടുന്നത് എന്ന് അതാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത്. അത് വിയറ്റ്നാം വാറിൻ്റെ കേസ് എങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെയും അതേ തന്നെയാണ്. നോർത്ത് വിയറ്റ്നാമും സൗത്ത് വിയറ്റ്നാമും ഉണ്ട്. നോർത്ത് വിയറ്റ്നാമിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നു. അത് ആർക്ക് പിടിച്ചില്ല? അമേരിക്കയ്ക്ക് പിടിച്ചില്ല. ഏഷ്യൻ കൺട്രികളിൽ ഈ റഷ്യൻ ഐഡിയോളജി സ്പ്രെഡ് ആവുമോ എന്ന് പേടിച്ചിട്ട് അമേരിക്ക എന്ത് ചെയ്തു? സൗത്ത് വിയറ്റ്നാമിനെ സപ്പോർട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മിലിറ്ററി സപ്പോർട്ട് കൊടുത്തു. നമ്മുടെ ഐസൻഹവർ ഉണ്ടല്ലോ, ഐസൻഹവർ പ്രസിഡൻ്റ് അയാളുടെ ടേം കഴിയുന്നത് 1961 അപ്പോൾ അയാൾ ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഈ വിയറ്റ്നാം വാർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഐസൻഹവറാണ്. നമ്മളെ വാണിയത് ആ പ്രസിഡൻ്റ് ഇല്ല, പുള്ളിയാണ്. ഒരു കൺട്രി, ഏഷ്യയിൽ ഒരു കൺട്രി കമ്മ്യൂണിസമായിട്ട് മാറിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ അതിൽ അട്രാക്റ്റ് ചെയ്ത് ഇനി ബാക്കിയുള്ള ഏഷ്യൻ കൺട്രീസിലൊക്കെ ഈ കമ്മ്യൂണിസം സ്പ്രെഡ് ആവുമോ എന്ന് പേടിച്ചിട്ട് അമേരിക്കക്കാർ എന്ത് ചെയ്ത്? ഒരാവശ്യമില്ല, ഈ വിയറ്റ്നാം എവിടെ കിടക്കണം, അമേരിക്ക എവിടെ കിടക്കണം. എന്നിട്ട് ഈ വിയറ്റ്നാമിലെ അവർ തമ്മിലുള്ള നോർത്ത് സൗത്ത് യുദ്ധത്തിൽ പോയി പങ്കെടുക്കുകയാണ്. ആദ്യമൊക്കെ വെപ്പൺസ് മാത്രം കൊടുത്തുകൊണ്ടിരുന്നു. 1965 ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് അമേരിക്കക്കാർ ഇറങ്ങി. ഒരു കണക്കാദ്യം പറഞ്ഞുതരാം. $168 ബില്യൺ 15 കൊല്ലം 1960 to 75 അമേരിക്ക ചെലവഴിച്ചു. GDPയുടെ 2%, അമേരിക്കൻ GDPയുടെ 2% അവർ ഈ ഒരു യുദ്ധത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചു. അതിപ്പോൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ $1 ട്രില്യൺ ആയിട്ട് വരും. ഏത് 168 ബില്യൺ ഇല്ലേ അന്നത്തെ. അതിപ്പോൾ ഇൻഫ്ലേഷനും ബാക്കിയുള്ള ഇതൊക്കെ ആയി. ഈ ആൾക്കാർ കുറേ പെൻഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വെറ്ററൻസിന്. അന്ന് യുദ്ധത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ പെൻഷനും സാലറിയും എല്ലാം കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ $1 ട്രില്യൻ്റെ മേലെയായി. ആ കാലത്ത് മെയിൻ യുദ്ധം തുടങ്ങാനുള്ള കാരണം ഇതാണ് ഏറ്റവും ഫാക്റ്റപ്പായിട്ടുള്ള കാര്യം. ഗൾഫ് ഓഫ് ടോക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് നോർത്ത് വിയറ്റ്നാം ആൾക്കാർ, അതാണ് ഇവർ ശത്രുക്കൾ, അവർ ടോർപീഡോ ബോട്ടുകൾ കൊണ്ട് USS മാഡോക്സും USS ടേണർ എന്ന് പറഞ്ഞിട്ടുള്ള 2 നേവി ഡിസ്ട്രോയേഴ്സിനെ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അൺപ്രൊവോക്ഡായിട്ട് 2 ബോട്ടുകൾ, ഏത് ടോർപീഡോ ബോട്ടുകൾ, USS ഡിസ്ട്രോയേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് എത്ര എക്യുപ്ഡാണെന്ന്. ആ USS ഡിസ്ട്രോയേഴ്സ് ഷിപ്പുകളിനെ നോർത്ത് വിയറ്റ്നാമിൻ്റെ ബോട്ടുകൾ വന്നിട്ട് അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 1964 അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട്. അടുത്ത കൊല്ലം 65 അമേരിക്കയ്ക്ക് ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ പട്ടാളക്കാരനെ അങ്ങോട്ട് വിട്ടു. അതുവരെ വെപ്പൺസ് മാത്രമേ കൊടുത്തുകൊണ്ടിരുന്നുള്ളൂ. 65 ഒരു കൊല്ലം ഈ ഒരു പ്രശ്നം നടന്ന് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് സാധനങ്ങൾ വിടുകയാണ്. പട്ടാളക്കാരനെ പോയി യുദ്ധം ചെയ്തിട്ട് വാങ്ങുന്നുണ്ട്. കോൺഗ്രസ്സിൽ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കി, ഗൾഫ് ഓഫ് ടോക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം നടന്നു. നമ്മുടെ കപ്പലുകൾ ഇവർ അറ്റാക്ക് ചെയ്തു, ഞങ്ങൾക്ക് അവിടെ പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആദ്യം ഒരു ഹിസ്റ്ററി, നമ്മൾ ChatGPT മറ്റേയൊക്കെ നോക്കിയിട്ടാണല്ലോ അതൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു ഹിസ്റ്ററി വന്നു. ഇങ്ങനെ ഒരു ഗൾഫ് ഓഫ് ടോക്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്, അതിൽ ഇൻസിഡൻ്റ് ഉണ്ട്, അത് ശേഷമാണ് അമേരിക്കക്കാർ ഫുൾ ഫ്ലെഡ്ജിൽ അവിടെ പോയി അറ്റാക്ക് ചെയ്തത്, വിയറ്റ്നാം യുദ്ധത്തിൽ അമേരിക്കക്കാർ ഇറങ്ങിയത് എന്ന് പറഞ്ഞിട്ടാണ് സംഭവം. ഇറ്റ്സ് എ ഫേക്ക്. അതിൻ്റെ
പേപ്പേഴ്സ് പുറത്ത് വന്നപ്പോൾ മനസ്സിലായി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാന്ന്. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊരു കോൺഗ്രസ്സിൽ ഇത് അവതരിപ്പിച്ചിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി പട്ടാളക്കാരനെ വിടാ, നമ്മൾ ഈ അമേരിക്കൻ പട്ടാളക്കാരനെ ഈ വിയറ്റ്നാമിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചു തന്നെ. അങ്ങനെ ഒരു സംഭവമില്ല. ഇറ്റ്സ് എ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ. ഫോൾസ് ഫ്ലാഗ് എന്ന് പറഞ്ഞാൽ ഇവരെന്നെ ഒരു കാര്യം ചെയ്യും, എന്നിട്ട് ഇവരെന്നെ ഞങ്ങളതാ ഇവരെന്നെ തല്ലും, എന്നിട്ട് പറയും ഇവരെന്നെ തല്ലി എന്ന് പറഞ്ഞിട്ട് അവരെ അറ്റാക്ക് ചെയ്യാൻ പോകും. ഇതാണ് അന്ന് നടന്നത്. ലോക്കീഡ് മാർട്ടിൻ, ഡൗ കെമിക്കൽസ്, നേപ്പാം ബോംബ്സ് കൊണ്ടൊരു കെമിക്കൽ ബോംബുണ്ട്, വിയറ്റ്നാമിൽ ഇട്ട് തള്ളിയിട്ടുണ്ട് അമേരിക്ക. കാരണം അമേരിക്കയ്ക്ക് എങ്ങനെയും ജയിക്കാൻ പറ്റുന്നില്ല. വിയറ്റ്നാം പറഞ്ഞ ഗറില്ല വാർഫെയറാണ് വിയറ്റ്നാംകാരുടെ. അവർക്ക് മറ്റേ ഈ ബാക്കിയുള്ള ഈ മിഡിൽ ഈസ്റ്റ് പോലെയൊന്നും മറ്റേ തോറ്റു കൊടുക്കുന്ന ആൾക്കാരല്ല വിയറ്റ്നാംകാർ. അവർ അവിടെ പൊരുതി അമേരിക്കക്കാർ അവസാനം തോറ്റ് ഓടിയതാണ്. വിയറ്റ്നാം വാറിൽ അമേരിക്കൻ ഇത്ര വലിയൊരു ഫെയിലിയർ വേറെ എവിടെ ഉണ്ടായിട്ടില്ല. അത് വിയറ്റ്നാമിലാണ് ഉണ്ടായത്. അമേരിക്കൻ പട്ടാളക്കാരന് ഇത്രയും മിലിറ്ററി ആൾക്കാരിനെ, ഇത്രയും അഡ്വാൻസ്ഡ് മിലിറ്ററി ആൾക്കാരിനെ അവിടുത്തെ ഗറില്ല വാർഫെയർ കൊണ്ട് അവർ തോൽപ്പിച്ച് ഓടിച്ചു. ആ കൺട്രി ഇന്നും അനുഭവിക്കുന്നുണ്ട് അവിടെ ഇട്ട കെമിക്കൽസ് ബോംബ്സും. ഈ നേപ്പാം ബോംബ്സ് പറഞ്ഞിട്ടൊരു ഡൗ കെമിക്കൽസ് പറഞ്ഞൊരു കമ്പനിയാണ് ഈ നേപ്പാം ബോംബ്സ് അമേരിക്കയ്ക്ക് ഉണ്ടായിക്കൊടുത്ത്. അവർ ബെൽ ഹെലികോപ്റ്റേഴ്സ്, ഈ വിയറ്റ്നാം വാറിൻ്റെ കിങ് കോങ് ഐലൻഡോ അങ്ങനെ എന്തോ ഒരു പേരുള്ളൊരു സിനിമ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ പോയിട്ട് ആ ഒരു കിങ് കോങ് ഇങ്ങനെ എണീച്ച് വരുന്ന ഒരു സീനില്ലേ, അതിൽ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഹെലികോപ്റ്റേഴ്സാണ് ബെൽ ഹെലികോപ്റ്റേഴ്സ്. അതായത് മറ്റേ സൈഡിൽ മറ്റേ അടയ്ക്കാനുള്ളതൊന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഓപ്പൺ ആയിട്ടൊരു ഹെലികോപ്റ്റേഴ്സ് ഇല്ലേ, അതാണ് ബെൽ ഹെലികോപ്റ്റേഴ്സ്. ഒരുപാട് ഹ്യൂവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ് അത്. ആ ഹ്യൂവീസ് ഇഷ്ടം പോലെ സോൾഡ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത്, വിയറ്റ്നാം വാറിൻ്റെ സമയത്ത്. അപ്പോൾ 1973 പാരീസിൽ വെച്ചൊരു പീസ് അക്കോർഡ്സ് സൈൻ ചെയ്തു അമേരിക്കക്കാർ. ഞങ്ങളിനി യുദ്ധത്തിനില്ല, ഞങ്ങൾക്ക് മതിയായി വിയറ്റ്നാമിൽ, ഞങ്ങൾക്ക് കൊണ്ട് ഇത് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പീസ് ഡീല് സൈൻ ചെയ്തു. അപ്പോൾ ഈ 15 കൊല്ലം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ലോക്കീഡ് മാർട്ടിൻ, ഡൗ കെമിക്കൽസ്, ബെൽ ഹെലികോപ്റ്റേഴ്സ്, പിന്നെ കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ, ഇവർക്കൊക്കെ അന്ന് ചാകരയായിരുന്നു. ഓക്കെ, ആ 15 കൊല്ലം അവരുണ്ടാക്കിയ പ്രോഫിറ്റിന് കൈയും കണക്കുമില്ല. അത്രയും വെപ്പൺസും അത്രയും ഇല്ലീഗൽ സ്റ്റഫ് അവർ അവിടെ ചെയ്തിട്ടുണ്ട്. ഈ നേപ്പാം ബോംബ്സ് ഒന്നും ഇടാൻ പറ്റില്ല, അതിന് പിന്നെയൊക്കെ ബാൻ ചെയ്തു എന്ന് തോന്നുന്നു. കെമിക്കൽ ബോംബ്സാണത്. സദാം ഹുസൈനെ അവർ കുറ്റം പറയും. സദാം ഹുസൈൻ കെമിക്കൽ ബോംബ് ഇട്ടു, കുർദിഷ് മേഖലയിൽ പോയിട്ട് കെമിക്കൽ ബോംബ്സ് ഇട്ടു എന്ന് പറയും. ഇവരെന്താ ചെയ്തിരിക്കുന്നത്? ഇവരും അതന്നെ ചെയ്തിരിക്കുന്നത്. ഈ അമേരിക്കൻ ഒരു തോന്നിവാസം ഉണ്ടല്ലോ, അതായത് ഇവർ പറയും ഞങ്ങൾ ഭയങ്കര ആൾക്കാരാണ്, ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ ഉക്രൈന് പൈസ കൊടുക്കുന്നു, ഞങ്ങൾ ഇവർക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ ഈ ലോകത്ത് തോന്നിവാസം ചെയ്തിരിക്കുന്ന ഇവന്മാർ. ന്യൂക്ലിയർ ബോംബ് ആകെ ഇട്ടിരിക്കുന്നത് ഈ മൈരന്മാരാണ്. എന്നിട്ട് ഇവർ ബാക്കിയുള്ളവരെന്ന് പറയും മറ്റേ ഇറാൻ്റെ അടുത്ത് നമ്മുടെ ഇന്ത്യക്കാരനെയൊക്കെ എത്ര ന്യൂക്ലിയർ വെപ്പണിന് മുടക്കാൻ നോക്കിയതറിയോ ഈ അമേരിക്കൻ CIA ഒക്കെ കൂടെ. ഇവർക്ക് എന്ത് തോന്നിവാസവും ചെയ്യാം, ബാക്കി ആരും ചെയ്യാൻ പറ്റില്ല. മറ്റേ വേൾഡ് പോലീസ് ഇവരുടെ അടുത്ത് ചോദിക്കണം, ഞങ്ങൾ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കിക്കോട്ടെ, ഇവർക്കും ഇസ്രയേലിനും എന്ത് വേണമെങ്കിൽ ചെയ്യാം, ബാക്കി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഹിപ്പോക്രസി എന്ന് പറയുന്നത്, തോന്നിയവാസം എന്ന് മലയാളത്തിൽ പറയും. അപ്പോൾ ഇതുവരെ ഈ അമേരിക്കക്കാർ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് കമ്മ്യൂണിസം സ്റ്റോപ്പ് ചെയ്യണം. ഈ കോൾഡ് വാർ എറ എന്ന് പറയും. കോൾഡ് വാർ എറ എന്ന് പറയുന്നത് 1991 വരെ ഉണ്ടായിരുന്നു. ബെർലിൻ വാൾ വീണത് 1989. ബെർലിൻ വാൾ വീണ് ഈ സോവിയറ്റ് യൂണിയൻ തകരുന്ന വരെ 91 വരെ ഇവർ ഒരു ലോഡ് സ്ഥലത്ത് യുദ്ധത്തിന് പോയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. കൊറിയൻ വാർ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർ സൗത്തിൻ്റെ കൂടെ നിന്നു, നോർത്തിൽ റഷ്യയും ചൈനയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവരുടെ ആ യുദ്ധം. വിയറ്റ്നാം നമ്മളിപ്പോൾ പറഞ്ഞു. അടുത്തത് സോവിയറ്റ് അഫ്ഗാൻ വാറാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു പോഡ്കാസ്റ്റിൽ, ഇറാൻ വേഴ്സസ് ഇസ്രായേൽ പോഡ്കാസ്റ്റിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുജാഹിദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീംസിനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു. ഓക്കെ, സോവിയറ്റുകാർ കമ്മ്യൂണിസം അവരുടെ ഐഡിയോളജി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാൻ വന്ന് ആക്രമിച്ചതാണ്. അതിൽ അഫ്ഗാനിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. അഫ്ഗാനിസ്ഥാനിൽ ഒരു റെബൽ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്തു, മുജാഹിദീൻ. അവരാണ് ഇന്നത്തെ അൽ ഖ്വയ്ദ.
ഒസാമ ബിൻ ലാദൻ്റെ ആൾക്കാരാണ് മുജാഹിദീൻ. അവരിനെ ISI, പാകിസ്ഥാൻ്റെ ISI വഴി അമേരിക്ക സഹായിച്ചു. നേരിട്ടല്ല, ISIക്ക് വെപ്പൺസ് കൊടുത്തു, ISIക്കാർ മുജാഹിദിനെ ഏൽപ്പിച്ചു. അപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെ ഈ കോൾഡ് വാറിൻ്റെ സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി സ്പ്രെഡ് ആവരുത്, സോഷ്യലിസം സ്പ്രെഡ് ആവരുത് എന്ന് പറഞ്ഞിട്ട് ചെയ്ത യുദ്ധങ്ങൾ ഇനി കഴിഞ്ഞിട്ടില്ല. സൗത്ത് അമേരിക്കയിലാണ് ഇവരുടെ കളി. ക്യൂബയിൽ ആ ഫിഡൽ കാസ്ട്രോനെ ഇനി ഇന്നതാ ചെയ്യാന്നില്ല, അയാളിലൊന്ന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ലോഡ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ക്യൂബൻ മിസൈൽ ദ ക്രൈസിസ് എന്ന് പറഞ്ഞൊരു സംഭവമൊക്കെ ഉണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു ക്യൂബയിൽ. അപ്പോൾ റഷ്യക്കാർ ക്യൂബയിൽ വന്നിട്ട് അവരുടെ ഒരു മിലിറ്ററി ബേസ്, ഒരു മിസൈൽ ബേസ് അവരുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു യുദ്ധത്തിന് ഇപ്പോൾ പോവും, വീണ്ടും ഒരു എസ്കലേറ്റ് ചെയ്ത് അമേരിക്കയും റഷ്യയും യുദ്ധത്തിന് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് നമ്മുടെ ജോൺ എഫ് കെന്നഡി ആയിരുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിലൊക്കെ സോൾവ് ചെയ്തത് കൊണ്ടാണ്, അതായത് അന്ന് റഷ്യയും അമേരിക്കയും യുദ്ധത്തിൽ വീണ്ടും ഒരു തേർഡ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിരുന്നു ഈ ക്യൂബൻ മിസൈൽ ക്രൈസിസ് കൊണ്ട്. പക്ഷേ ജോൺ എഫ് കെന്നഡി ഇടപെട്ടിട്ട് അതിനെ സോൾവ് ചെയ്തു. റഷ്യക്കാർ അവിടെ വന്നില്ല, മിസൈൽ ബേസൊന്നും ഉണ്ടാക്കിയില്ല. ആ കാരണം കൊണ്ടാണ് ജോൺ എഫ് കെന്നഡിനെ കൊന്നത് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കൈൻഡ് ഓഫ് ലോജിക്ക് തന്നെയാണ്. ആർക്കും യുദ്ധം വേണമായിരുന്നു. ആർക്കാണ് യുദ്ധം വേണ്ടത്? നമ്മുടെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന്. അവർക്ക് ഒരു ഓപ്പൺ വാർ വേണം. ആ വാർ ഉണ്ടാവാനുള്ള എല്ലാ ചാൻസസും ഉണ്ടായിരുന്നു. ജോൺ എഫ് കെന്നഡി അതിനെ എതിർത്ത് അതിനെ ഇല്ലാതാക്കി. അതുകൊണ്ട് അയാളെ തീർത്തു എന്നും പറയുന്നവരുണ്ട്. ചിലിയിൽ നടന്നിട്ടുണ്ട്, ഗോട്ടമാലയിൽ നടന്നിട്ടുണ്ട്, നിക്കുറാഗ്വയിൽ നടന്നിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ കമ്മ്യൂണിസം സ്പ്രെഡ് ആവുന്നതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ എതിർക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള റിബൽസ് ആയിട്ടുള്ള ആൾക്കാർക്കും അവിടെയുള്ള ഈ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന ആൾക്കാർക്കും ഇവർ പൈസ കൊടുക്കുകയാണ്. ആര്? CIA-യും അമേരിക്കയും തമ്മിൽ കാര്യം കൂടെ വന്നിട്ട് പൈസ കൊടുക്കും. നിക്കരാഗിയിൽ എന്താ നടന്നത്? അവിടെയും തന്നെ ഇറാൻ കോൺട്രാ അഫെയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഇറാൻ്റെ എതിരെ അമേരിക്ക പുറത്തെല്ലാം പറയും, ഇറാൻ ആ തെണ്ടുകളാണ്, അവർ നോക്കരുത്, ആ ഇറാൻകാർ തീവ്രവാദികളാണെന്ന് പറയും. നൈസിൽ ഇറാൻ തന്നെ വെപ്പൺസ് കൊണ്ട് കൊടുത്തിരിക്കുക. സാങ്ഷൻസ് ഉണ്ട്. എന്നിട്ടും റീഗൻ ഗവൺമെൻറ്, റീഗൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രസിഡൻറ്റ്, അമേരിക്കൻ പ്രസിഡൻറ്റ് വെപ്പൺസ് കൊണ്ട് വിറ്റിരിക്കുക ഇറാന്. പുറമേ എതിർക്കുക, അടി കൂടെ വെപ്പൺസ് കൊടുക്കുക ഇറാന്. എന്നിട്ട് ആ പൈസ മേടിച്ചിട്ട് നിക്കരാഗ്വയിലുള്ള റിബൽസിന് കൊടുക്കുക. എന്തിന്? നിക്കരാഗ്വയിലെ കമ്മ്യൂണിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് പണ്ടത്തെ CIA-ൻ്റെ തോന്നിവാസങ്ങൾ എന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അതിലെ ഒരു കാര്യമാണിത്, ഇറാൻ കോൺട്രാ അഫെയർ. അതിൽ അവർ ചെയ്ത രാജ്യം നിക്കരാഗ്വയാണ്. നിക്കരാഗ്വയിലെ റെബൽസിന് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കോൺട്രാസ് എന്നാണ് അവരുടെ റെബൽസിനെ വിളിക്കുന്നത്. ആ കോൺട്രാസിനെ ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറാന്, ശത്രുവിന് വെപ്പൺസ് വിറ്റിരിക്കുക. കാരണം ഞാൻ പറയില്ല, ഈ എല്ലാ സംഭവവും, ഈ എല്ലാ ഡിപ്ലോമസി ഫെയിലാവുന്നതും ഡിപ്ലോമസി ഉണ്ടാവുന്നതും ഒരു രാജ്യം തമ്മിൽ ഫ്രണ്ട് ആവുന്നതും ശത്രു ആവുന്നതും ഒക്കെ ഈ വെപ്പൺസ് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു സംഭവത്തിൽ അതാണ് ഒരു കോമൺ ഒരു സംഭവം. നമ്മൾ ഇതിങ്ങനെ ട്രെയിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, മണി ട്രെയിലിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു രാജ്യം, ഈ രാജ്യം ഇന്ന ചെയ്തു, അപ്പോൾ ഇന്ന കാരണം കൊണ്ട് യുദ്ധം ഉണ്ടായി, അപ്പോൾ ഇന്ന കാരണം, അത് പോയി അവസാനം എത്തുന്നത് ഈ വെപ്പൺസ് മാനുഫാക്ചറിങ്ങും വെപ്പൺസ് സെല്ലിങ്ങും ബൈങ്ങിൻ്റെ ആ ഒരു സ്ഥലത്ത് തന്നെയാണ്. അത് നിങ്ങൾ ഏത് വേണമെങ്കിലും നിങ്ങൾ സ്വന്തമായിട്ട് എടുത്തോ. 1991 വരെ ഇത് കണ്ടിന്യൂ ചെയ്തു. ഇവരെപ്പോഴും പറയും കമ്മ്യൂണിസം ഈസ് ബാഡ്, കമ്മ്യൂണിസം വന്നാൽ ലോകം തകരും, റഷ്യനെ കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു 91 വരെ, സോവിയറ്റ് യൂണിയൻ വീഴുന്ന വരെ. കമ്മ്യൂണിസം ആക്ച്വലി വർക്കായില്ല. അവർ പറഞ്ഞത് ആക്ച്വലി സത്യം തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു പേരും പറഞ്ഞിട്ട് ഇവർ ചെയ്തു കൂട്ടിയിരിക്കുന്ന തോന്നിവാസങ്ങളുടെ ലിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ ചെറിയ ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത്. കൊറിയ, വിയറ്റ്നാം, അഫ്ഗാനിസ്ഥാൻ, ക്യൂബ, ചിലി, ഗോട്ടമാല, നിക്കരാഗ്വ, ഈ ഇത്രയും സ്ഥലത്ത് പ്രോക്സി വാർ എന്ന് പറയും. ഇവർ നേരിട്ട് യുദ്ധത്തിന് പോയിട്ടുണ്ട് വിയറ്റ്നാമിലും കൊറിയയിലൊക്കെ. ഇപ്പോൾ ബാക്കിയുള്ളവിടെയൊക്കെ പ്രോക്സി വാറാണ്, റിബൽസിനെ ഫണ്ട് ചെയ്യുക. ഇതാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അവർ പറഞ്ഞത് കമ്മ്യൂണിസം ഇൻ എ ബിഗ് സ്കെയിൽ ഇറ്റ് വോണ്ട് വർക്ക്.
അതിൻ്റെ എക്സാമ്പിളാണ് സോവിയറ്റ് യൂണിയൻ, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കോൾഡ് വാർ അവസാനിക്കുകയാണ് 91. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇനി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ പറ്റില്ല. ഇനി കമ്മ്യൂണിസത്തിനെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ്സിൽ പോയിട്ട് ആ അനുവാദം മേടിച്ച് പൈസ ചിലവാക്കാൻ ഗവൺമെൻറ്റിന് പറ്റില്ല. അപ്പോൾ ഇനി എന്ത് വേണം? ഇനി പുതിയൊരു ശത്രുവിനെ കണ്ടുപിടിക്കണം. ഈ ശത്രുക്കൾ എപ്പോഴും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. എന്നാലേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ഈ സാധനങ്ങൾ വിൽക്കാൻ പറ്റുള്ളൂ, ഈ അമേരിക്കൻ ഗവൺമെൻറ്റിന് ഈ മിലിറ്ററിക്കാർക്ക് സ്പെൻഡിങ് കൂട്ടാൻ പറ്റുള്ളൂ. എപ്പോൾ എന്തെങ്കിലും ശത്രു വേണം. ശത്രു ഇല്ലെങ്കിൽ ഇവർ തന്നെ ഉണ്ടാക്കും ശത്രുവിനെ. ഇപ്പോൾ അൽഖ്വയ്ദനെ ഉണ്ടാക്കിയതുപോലെ ഇവർ തന്നെ ഓരോ ശത്രുക്കളിൽ ഇവർ തന്നെ ഉണ്ടാക്കും. അത് വേണമെന്ന് വെച്ച് ഉണ്ടാക്കിയതല്ല, അത് മാറിപ്പോയതാണ്. മനസ്സിലായില്ലേ? മുജാഹിദീന് സപ്പോർട്ട് ചെയ്തു, മുജാഹിദീൻ പിന്നെ പേര് മാറ്റി അൽഖ്വയ്ദയായി, പിന്നെ ഇവർക്കെതിരായി. അപ്പോൾ പുതിയ ശത്രു ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് തീവ്രവാദികൾ. വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം വരികയാണ്. അതിൻ്റെ മെയിൻ സംഭവം 91 കമ്മ്യൂണിസ്റ്റ് ഫൈറ്റ് കഴിഞ്ഞു. അതിനുശേഷം 10 കൊല്ലം കഴിഞ്ഞിട്ട് 2001 സെപ്റ്റംബർ 11 9/11 സംഭവിക്കുകയാണ്. 9/11 കുറിച്ച് ഞാൻ ഒരു ഡീറ്റെയിൽഡ് പോഡ്കാസ്റ്റ് വേറെ ചെയ്തിട്ടുണ്ട്. അത് ഇൻട്രസ്റ്റ് ഉള്ളവർ അതൊന്ന് നോക്കുക, കാണാത്തവർ. അപ്പോൾ അവിടെയാണ് കളികൾ മാറുന്നത്. ഈ വാർ ഓൺ ടെറർ എന്ന് പറഞ്ഞ സംഭവം അമേരിക്കയിലേക്ക് എൻ്റർ ചെയ്യുന്നത് അങ്ങനെയാണ്. അതിപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും. അമേരിക്ക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പവർ ഹൗസ്, ഈ $1 ട്രില്യൺ അടുത്ത് മിലിറ്ററിക്ക് വേണ്ടി ചിലവാക്കുന്നു. അവരുടെ ഡിഫൻസ് സിസ്റ്റം അവർ തന്നെ പൊക്കിയടിക്കുന്നു, അവർ തന്നെ സിനിമകൾ ചെയ്യുന്നു. ഞങ്ങൾ മിലിറ്ററി അടിപൊളിയാണ്, ഞങ്ങൾ ഏലിയൻസ് വന്നാൽ ഞങ്ങൾ ഒറ്റയ്ക്ക് അറ്റാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഒരു പ്രൊപ്പഗൻഡ ഇറക്കി. അവർ തന്നെ ഞങ്ങൾ ഭയങ്കര സംഭവം എന്ന് പറയുന്നു. അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നഗരത്തിൽ, ന്യൂയോർക്കിൽ, അവരുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ദ ട്വിൻ ടവർ എന്നറിയപ്പെടുന്ന വേൾഡ് ട്രേഡ് സെൻറ്റർ ബോംബിടല്ല, പ്ലെയിൻ ഒന്ന് ഇടിക്കുകയാണ്. അതിനെക്കുറിച്ച് അത് ഇൻസൈഡ് ജോബാണ്, അതാണ് ഇതാന്നൊക്കെ പറയാൻ പോലെ കുറേ സംഭവങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ എന്ത് സംഭവിക്കുന്നു? അവരുടെ ഈഗോയ്ക്ക് കിട്ടിയ ഒരു അടി ആവുകയാണിത്. അവിടുത്തെ പൊളിറ്റീഷ്യന്മാരുടെ ഈഗോ അല്ല, അവിടുത്തെ ജനങ്ങളുടെ മൊത്തം ഒരു സെൻറ്റിമെൻറ്റ്സ് മാറുകയാണ്. ഈ കമ്മ്യൂണിസ്റ്റുകളെല്ലാം പണ്ടോട്ടേ ഇവർക്ക് ഇഷ്ടമല്ല അമേരിക്കക്കാർക്ക്. ഈ എപ്പോഴും ഈ ഹോളിവുഡ് മൂവീസിലെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വില്ലന്മാരെപ്പോഴും റഷ്യക്കാരായിരിക്കും. റഷ്യൻസ് ഭയങ്കര അറഗൻ്റാണ്, അവർക്ക് കോമഡിയൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ സ്റ്റീരിയോ ടൈപ്സൊക്കെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ റഷ്യക്കാർ ഭയങ്കര ഇങ്ങനെ കുറച്ച് ഡാർക്കായിട്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊപ്പഗൻഡയായിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞു, ഇനി അതൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഇനി അടുത്തത് തീവ്രവാദികളുടെ അടുത്തേക്കാണ്. അതിനൊരു പറ്റിയൊരു സംഭവം കൂടി സംഭവിച്ചു 9/11. ആ ഒരു സംഭവം നിങ്ങൾ നോക്കണം. അതായത് ഇതിങ്ങനെ 9/11 ഇൻസൈഡ് ജോബാന്ന് പറയാൻ പല കാരണങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തപ്പിയാലും കിട്ടും. അതൊന്നും ഇല്ലാതെ ഈ ഒരു സിനാരിയോ നോക്ക്. ഇനി ഒരു ശത്രുവിനെ ഉണ്ടാക്കണം. ശത്രുവിന് ചുമ്മാ പോയിട്ട് ഇവൻ എൻ്റെ ശത്രു എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒരു മനസ്സിലായോ, എന്തെങ്കിലും സംഭവം, ഒരു മേജർ സംഭവം കാര്യം സംഭവിക്കണം. അതാണ് 9/11. 9/11 ഗെയിം ചേഞ്ചർ. 9/11 തുടങ്ങി. 9/11 കൗണ്ടർ മെഷേഴ്സ് തീവ്രവാദികളാണ് ചെയ്തത്. അപ്പോൾ അവരിനെ ഇനി കൊല്ലണം എന്ന് പറഞ്ഞിട്ട് നേരെ പോകണം. ആദ്യം അഫ്ഗാനിസ്ഥാനിലേക്ക് പോകുന്നു, 2002 തന്നെ പോകുന്നു. അഫ്ഗാനിസ്ഥാനിൽ പോയി. ഈ 9/11 കഴിഞ്ഞ് സെപ്റ്റംബർ ഒക്ടോബർ ഒരു മാസത്തിനുള്ളിൽ തന്നെ അഫ്ഗാനിസ്ഥാനിൽ അറ്റാക്ക് ചെയ്യാൻ പോയി. ഒസാമ ബിൻ ലാദൻ, അൽഖ്വയ്ദൻ്റെ ആൾക്കാരൊക്കെ അഫ്ഗാനിസ്ഥാനിലാണെന്ന് പറഞ്ഞിട്ട് ചങ്ങായി പാകിസ്ഥാനിലായിരുന്നു. എന്താ ചെയ്യുക? എന്നിട്ട് എല്ലാവരും ശരി, നല്ല കാര്യം, തീവ്രവാദികൾ മരിക്കേണ്ടവർ തന്നെയാണ്, അവർ ഇന്നസെൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊല്ലുന്നു, വാർ ഓൺ ദ ടെറർ എന്ന് പറഞ്ഞ് നല്ല കാര്യം, ശരി, ഓക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. എല്ലാവരും പാനിക് മോഡിലാണ്. അപ്പം ഈ ഒരു അവസരം മുതലാക്കുകയാണ് കുറച്ച് ആൾക്കാർ. അതിൻ്റെ മെയിൻ ഒരാളാണ് അന്നത്തെ പ്രസിഡൻറ്റ് ജോർജ് W. ബുഷാണ്. ബുഷിൻ്റെ വൈസ് പ്രസിഡൻ്റ് ഉണ്ട്, ഡിക് ചെയിനി എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിയുടെ പേര്. ഡിക് ചെയിനി എന്ന് പറഞ്ഞാൽ ഹീസ് ദ പവർഫുൾ വൈസ് പ്രസിഡൻറ്റ് അമേരിക്ക എവർ ഹാഡ്.
അങ്ങനെയാണ് പറയുന്നത്. കാരണം ഈ ജോർജ് ഡബ്ല്യു ബുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്സിഡൻ്റൽ പ്രൈം മിനിസ്റ്ററാണ്. പുള്ളിയുടെ അച്ഛൻ പ്രസിഡൻ്റാണ്. പുള്ളിയുടെ അച്ഛൻ പ്രസിഡൻ്റാണ്. ജോർജ് ഡബ്ല്യു ബുഷ് സീനിയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. പുള്ളി പ്രസിഡൻ്റ് ആയിരുന്നു. ഇവർ ഭയങ്കര റിച്ചാണ്. അപ്പോൾ ഒരു പുതിയൊരു സ്ഥാനാർത്ഥിനെ വേണം. അപ്പോൾ അങ്ങനെ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ളൊരു ഈ പൊളിറ്റിക്സിലൊന്നും താല്പര്യമില്ല, പക്ഷെ എന്നാൽ കുറച്ച് അധികാര മോഹമുണ്ട്, അങ്ങനെയുള്ള ഒരുത്തനെ പിടിച്ചിട്ട് ഇവർ പ്രസിഡൻ്റ് ആക്കിയതാണ് ഈ ജോർജ് ഡബ്ല്യു ബുഷിനെ. ഹി ഹാസ് നോ ക്ലൂ എന്ന് എല്ലാവരും പറഞ്ഞ കാര്യമാണ്. അപ്പോൾ പുള്ളിക്ക് ഇതിലൊന്നും വലിയ താല്പര്യമില്ല എന്ന് അവർക്ക് മനസ്സിലായി, ഡിക് ചെയിനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഡിക് ചെയിനി വൈസ് പ്രസിഡൻ്റ് ആവുന്നത്. ഡിക് ചെയിനിൻ്റെ ഒരു സിനിമയുണ്ട്, വൈസ് എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. നമ്മുടെ ക്രിസ്ത്യൻ ബെയിലാണ് ഡിക് ചെയിനി ആയിട്ട് അഭിനയിക്കുന്നത്. വൈസ് തന്നെയല്ലേ? അതെ, വൈസ് എന്നാണ് സിനിമയുടെ പേര്. ക്രിസ്ത്യൻ ബെയിൽ അഭിനയിച്ചത്. അതിൽ കൃത്യമായിട്ട് ഈ ഇറാഖ് യുദ്ധം എങ്ങനെ എത്തി. കാരണം ഇറാഖ് യുദ്ധം എന്ന് പറയുന്നത് അമേരിക്ക ഇറാഖിലേക്ക് പോയി 2003 അറ്റാക്ക് ചെയ്യാൻ പോയി, സദ്ദാം ഹുസൈനെ പിടിച്ചു കെട്ടാൻ പോയി. എന്തിനാണ് ഇറാഖ് യുദ്ധം പോയതെന്ന് ഇന്നും അവിടെ പോയി ജീവൻ സാക്രിഫൈസ് ചെയ്ത പട്ടാളക്കാർക്ക് പോലും അറിയില്ല. ഒരുപാട് ആൾക്കാർ തന്നെ കുറേ ഇപ്പോൾ പോഡ്കാസ്റ്റിലും മറ്റേലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ എന്തിനാണ് അവിടെ പോയത്, ഞങ്ങൾ എന്ത് കാരണത്തിലാണ്, ആര് പറഞ്ഞിട്ടാണ് അവിടെ പോയതെന്ന് അവർക്കേ അറിയില്ല, അവിടുത്തെ ജനങ്ങൾക്കും അറിയില്ല, ആർക്കും അറിയില്ല. ആകെ അറിയുന്ന ആൾ ഡിക് ചെയിനിയാണ്. ഡിക് ചെയിനിക്ക് ചുമ്മാ അല്ല, ഇത് നിങ്ങൾ ചുമ്മാ പറയല്ല, കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. അമേരിക്ക ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓൾറെഡി പട്ടാളക്കാർ പോയി. 2001 തന്നെ പോയി. 2002 ഈ ഒരു വീഡിയോ ഇത് നേരത്തെ ഞാൻ ഇറാൻ വേഴ്സസ് ഇസ്രായേൽ എന്നുള്ള വീഡിയോയിൽ ഞാൻ ഈ വീഡിയോനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2002 സെപ്റ്റംബർ 12 നെതന്യാഹു, ഇന്നത്തെ ഇസ്രായേലിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ടുള്ള ബിബി നെതന്യാഹു US ഹൗസ് കമ്മിറ്റി ഓൺ ഗവൺമെൻറ് റിഫോമിൽ വന്ന് ടെസ്റ്റിഫൈ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. പുള്ളി അന്ന് എക്സ് പ്രൈം മിനിസ്റ്ററാണ്. അന്ന് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ്റിലേ പുള്ളിയില്ല. സാധാരണ ഒരു എക്സ് പ്രൈം മിനിസ്റ്റർ മാത്രമാണ് ഇയാൾ. ഓക്കെ, അതായത് അന്ന് ഇസ്രായേൽ ഗവൺമെൻറ്റായിട്ട് ഒരു ബന്ധമില്ല. പുള്ളി വന്ന് പറയുന്നത് ഒരു ശത്രു ഉണ്ട് നിങ്ങൾക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ, പേര് ഇറാഖ് എന്നാണ്. അവിടെ സദ്ദാം ഹുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. പുള്ളിയുടെ രാജ്യത്തിന് ഒരു പാഠം പഠിപ്പിക്കണം. അവിടെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അവിടെ പോയി അവിടെ ഒരു റെജീം ചേഞ്ച് നമ്മൾ നടത്തണം, ഇല്ലെങ്കിൽ അത് എല്ലാവർക്കും ദോഷമാണ് എന്ന് പുള്ളി പറയണം. WMDs, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അതായത് അതിപ്പോൾ പല രീതിയിലും ആവാം, ന്യൂക്ലിയർ ആവാം, വലിയ മിസൈൽസൊക്കെ ആവാം. ഇവിടെ ഇവർ അക്യൂസ് ചെയ്യണ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ബയോളജിക്കൽ വെപ്പൺസ് ഉണ്ട് ആരുടെ കയ്യിൽ? സദ്ദാമിൻ്റെ കയ്യിൽ. സദ്ദാമിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. സദ്ദാം എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാഖും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇറാൻ്റെ അവിടെ ഇഷ്ടം പോലെ കെമിക്കൽ ബോംബ്സ്, ഇല്ലീഗലായിട്ടുള്ള കെമിക്കൽ ബോംബ്സും എന്തൊക്കെയോ മസ്റ്റാർഡ് ഗ്യാസ് എന്തൊക്കെയോ ഐറ്റംസ് ഇട്ട് തൂക്കിയിട്ടുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിൽ തന്നെ കുർദിഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരിനെ, അതായത് പുള്ളി സുന്നി ഷിയ ഉള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പുള്ളി സുന്നിയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഷിയേറ്റ്സിനുള്ള അങ്ങനത്തെ ഉള്ള ആൾക്കാരിൻ്റെ എതിരെയും ഇങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കുറേ പേരെ കൊന്നിട്ടുണ്ട്. അതായത് ഇവിടെയൊക്കെ കൊല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിവെക്കുക അങ്ങനെയൊന്നുമല്ല. പുള്ളി പോയിട്ട് ഒരു കെമിക്കൽ ബോംബ് അങ്ങോട്ട് ഇടുക. കെമിക്കൽ ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ടൽ മരണമാണ്. സാധാ ബോംബ് പൊട്ടിത്തെറിച്ചപ്പം കഴിഞ്ഞു, ഒരു സെക്കൻഡിൽ പണി കഴിഞ്ഞു. ഇതങ്ങനെയല്ല, ഇത് മേലെയൊക്കെ പൊള്ളി അങ്ങനെ ലോങ് മരണം എന്ന് പറയില്ലേ, അങ്ങനത്തെയൊക്കെ. അതിപ്പോൾ അവിടെയുള്ള എല്ലാവരും അങ്ങനെ ആയിരിക്കും, കുട്ടികളും സ്ത്രീകളും എല്ലാവരും അങ്ങനെ മരിക്കും. അപ്പോൾ ഇതൊക്കെ ഈ ബാൻ ചെയ്തു കുറച്ച് കഴിഞ്ഞിട്ട് ഈ കെമിക്കൽ ബോംബ്സിനൊക്കെ. അപ്പോൾ അന്ന് ഇയാൾ ഇതൊക്കെ ചെയ്തിരുന്നു പണ്ട്. കുറേ ഈ
കുവൈറ്റ് വാർ, ആ വാർ, ഈ വാറൊക്കെ ഈ ഇറാഖിന് തന്നെയായിരുന്നു പണി. സദ്ദാം ഹുസൈൻ അങ്ങനെ നല്ല ആളൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഹിസ്റ്ററിയും കൂടിയുണ്ട്. അപ്പോൾ അതും കൂടി പറഞ്ഞിട്ട് ഇയാളുടെ കയ്യിൽ കുറച്ച് വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട്, ബയോളജിക്കൽ ലാബുകളുണ്ട് ഇറാഖിൽ സീക്രട്ടായിട്ടുള്ള. അവിടെ ആന്ത്രാക്സ് പോലത്തെ പണ്ട് ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഈ ലെറ്ററിൽ യൂമ കത്തുന്ന പറയില്ല, അതുപോലെ ഈ എവിടെ നിന്ന് കുറേ ലെറ്ററൊക്കെ വരിക അമേരിക്കയിൽ, അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ ഒരു പൊടി ഇങ്ങനെ വരും. അത് ആന്ത്രാക്സ് ആണെന്ന് പറഞ്ഞിട്ട്, ആന്ത്രാക്സ് പറഞ്ഞിട്ട് ഒരു കെമിക്കലുണ്ട് ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പേടിപ്പിക്കൽ. പണ്ടിങ്ങനെ എനിക്ക് ഓർമ്മയുണ്ട്, ഇങ്ങനെ ഒരു ന്യൂസിൽ ഇങ്ങനെ കണ്ടതോ വായിച്ചതെന്തോ, ഇങ്ങനെ ലെറ്റേഴ്സ് ആരും അറിയാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ലെറ്റേഴ്സ് വന്നാൽ സൂക്ഷിക്കണം, അത് ആന്ത്രാക്സ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ. അത് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി വന്നിട്ട് 2002 വന്ന് പറഞ്ഞു ഈ ഇറാഖിൻ്റെ കാര്യം. ഓക്കെ, മാർച്ച് 20, 2003 പോവാണ് US ഇറാഖിലേക്ക് പോയി സദ്ദാം ഹുസൈനെ ഒരു പാഠം പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോവാണ്. 2003 പോയി 2011 വരെ ഒഫീഷ്യൽ യുദ്ധമുണ്ടായിരുന്നു. 2011 യുദ്ധം ശരിക്കും അവസാനിച്ചോ? ഇല്ല. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഈ ഇറാഖ് വാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ വീഡിയോ ചെയ്യണ ഒരു കോണ്ടൻറ്റ് ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇപ്പോൾ പറയാൻ പറ്റില്ല. അപ്പോൾ ഈ മെയിൻ പോയിൻറ്റ്സ് മാത്രം ഞാൻ പറഞ്ഞുതരാം. കോൺസ്പിറസി ആംഗിൾ ഒരു തേങ്ങയുമല്ല, ദിസ് ആർ ഓൾ ഫാക്ട്സ്. എടുത്ത് ചെക്ക് ചെയ്യാം നിങ്ങൾക്ക്. മൊത്തം ചെലവ് കേട്ടോ, $2.9 ട്രില്യൺ. മറ്റവിടുത്തെ പറഞ്ഞല്ലോ പണ്ട് വിയറ്റ്നാമിൽ പോയ കഥ. ഇവിടെ 4500 അമേരിക്കൻ പട്ടാളക്കാർ, ചെറുപ്പക്കാർ മരിച്ചു. ഇറാഖിൽ എത്ര പേര് മരിച്ചെന്ന് ആർക്കും അറിയില്ല. 2 ലക്ഷം പേരെന്ന് പറയുന്നുണ്ട്, 1 ലക്ഷം പേരെന്ന് പറയുന്നുണ്ട്. കണക്കുകളൊന്നും ആരുടെ കയ്യിലും ഇല്ല. അമേരിക്കക്കാരുടെ കയ്യിൽ കണക്കുണ്ട്. ഇറാഖിലെ സിവിലിയൻസും പട്ടാളക്കാരും മറ്റേ സദ്ദാം ഹുസൈൻ്റെ ആർമിയും ഇതൊക്കെ എത്ര പേര് മരിച്ചെന്ന് ഒരു ഐഡിയ ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇറാഖും തോന്നും? 9/11 എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒസാമ ബിൻ ലാദൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും അമേരിക്ക എവിടേക്കാണ് യുദ്ധത്തിന് പോകേണ്ടത്? പാകിസ്ഥാനിലേക്കാണ് യുദ്ധത്തിന് പോകേണ്ടത്. അവിടെയല്ലേ ഒസാമ ഉള്ളത്. എന്നിട്ട് പോയോ? ഇല്ല. ഇറാഖിൻ്റെ നെഞ്ചത്തോട്ട് എന്തുകൊണ്ട് പോയി? കുറച്ച് പോയിൻറ്റ്സ് എപ്പോൾ പറഞ്ഞുതരാം. സെക്കൻഡ് ലാർജസ്റ്റ് ഓയിൽ ഉള്ള കൺട്രി ആയിരുന്നു ഇറാഖ് ആ സമയത്ത്, 2003. ഇന്നത് 5th ലാർജസ്റ്റ് ഓയിൽ റിസർവ് ഉള്ള കൺട്രിയാണ്. ഓക്കെ, സദ്ദാം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. 2000 ഈ അമേരിക്കയും ഇറാഖും പണ്ട് തൊട്ടേ അടിയാണ്. കുവൈറ്റ് വാർ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയാണ്. ഓക്കെ, കുവൈറ്റ് വാറിൽ കുവൈറ്റിനെ സപ്പോർട്ട് ചെയ്തതാണ് US ബാക്കിയുള്ളവരും. അപ്പോൾ ഇറാഖിനെതിരായിരുന്നു പണ്ട് തൊട്ടേ US. പെട്രോ ഡോളർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. 1974 ജൂൺ 8 സൈൻ ചെയ്ത ഒരു എഗ്രിമെൻ്റാണ്. 50 വർഷത്തേക്കാണ് ഇത് സൈൻ ചെയ്തിരിക്കുന്നത്. സൗദിക്കാരാണ് ഇത് മെയിനായിട്ട് സൈൻ ചെയ്തിരിക്കുന്നത്. അതായത് എപ്പോഴൊക്കെ ഓയിൽ ട്രേഡ് ചെയ്യുന്നുണ്ടോ വേൾഡ് മാർക്കറ്റിൽ, ബ്ലാക്ക് മാർക്കറ്റിലല്ല. അതാണ് ഈ ഇറാൻകാരൊക്കെ ഈ ബ്ലാക്ക് മാർക്കറ്റിലാണ് ഓയിൽ വിൽക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഈ ഓപ്പൺ മാർക്കറ്റിൽ ഓയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ അത് US ഡോളറിലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഈ പെട്രോ ഡോളർ എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഗ്രിമെൻറ്റ്. അത് സൗദിക്കാർ മെയിനായിട്ട് ചെയ്തത്, സൗദിക്ക് മിലിറ്ററി സപ്പോർട്ട് US കൊടുക്കുക എന്നുള്ളൊരു ധാരണയിലാണ് അത് ചെയ്തത്. അത് സദ്ദാം ബ്രേക്ക് ചെയ്തു 2000. സദ്ദാമിൻ്റെ ഒരു ഐഡിയ എന്താ വെച്ച് കഴിഞ്ഞാൽ, US യൂറോപ്പും തമ്മിൽ ഒരു ചെറിയൊരു അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂറോയിൽ ട്രേഡ് ചെയ്യാൻ തുടങ്ങി ഇറാഖിൻ്റെ ഓയിൽ പിടികിട്ടിയ. അതായത് USDയിലാണ്, US ഡോളറിലാണ് എല്ലാവരും വാങ്ങലും വിൽക്കലും ചെയ്തുകൊണ്ടിരുന്നു വേൾഡ് മാർക്കറ്റിൽ. പുള്ളി എന്ത് ചെയ്ത് യൂറോയിൽ ചെയ്യാൻ തുടങ്ങി. അമേരിക്കയുടെ ഹോൾ സിസ്റ്റം എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ,
അവരുടെ ഈ ഒരു ഡോളറിന് ഇത്രയും വാല്യൂ കൂടാനുള്ള കാരണത്തിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോ ഡോളർ എഗ്രിമെൻ്റാണ്. ഈ എഗ്രിമെൻറ്റിൽ നിന്ന് ആരൊക്കെ പുറത്ത് പോയിട്ടുണ്ടോ? ആ ലിബിയയിലൊരു ചങ്ങായി ഉണ്ടല്ലോ, എന്താ ചങ്ങായിൻ്റെ പേര്, ഗദ്ദാഫിയും പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് ബ്രേക്ക് ചെയ്ത ആളാണ്. സദ്ദാം ഹുസൈനും ബ്രേക്ക് ചെയ്ത ആളാണ്. 2000 ബ്രേക്ക് ചെയ്തു, 3 കൊല്ലം അയാൾ ബ്രേക്ക് ചെയ്തുള്ളൂ. 2003 അയാളെ തൂക്കി. ഈ ഒരു പെട്രോ ഡോളർ എഗ്രിമെൻറ്റ് ആരെങ്കിലും ബ്രേക്ക് ചെയ്താൽ, ഒരാൾ ബ്രേക്ക് ചെയ്താൽ അത് എല്ലാവരും ഫോളോ ചെയ്യും. മനസ്സിലായില്ലേ? ഈ ഒരു ബന്ധുവില്ല. ഇവർ പെട്രോളും വാങ്ങലും വിൽക്കലും, ഇപ്പോൾ സൗദിയും ഇപ്പോൾ ഇന്ത്യയുമായിട്ട് പെട്രോൾ വാങ്ങണം വിൽക്കണം പണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഡോളർ മേടിച്ചിട്ട് ആ ഡോളർ അവർക്ക് കൊടുത്തിട്ട് ആ ഡോളർ പിന്നെ അവരത് കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ബന്ധുവില്ലാത്ത അമേരിക്ക എന്തിനാ ഇതിലിടയിൽ വന്നിട്ട് ഈ ഡോളർ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണത് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് പണി കിട്ടുമോ ഇല്ലയോ? പണി കിട്ടും. അത് ചെയ്തു സദ്ദാം. അതാണ് സദ്ദാം ചെയ്ത ആദ്യത്തെ ഒരു മിസ്റ്റേക്ക്. പുള്ളിയുടെ മനസ്സിൽ പുള്ളി യൂറോയിൽ ചെയ്ത യൂറോപ്പുകാരുടെ സപ്പോർട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് വേറൊരു മണ്ടത്തരം. പിന്നെ ഒരു പേഴ്സണൽ ഒരു വെൻഡേറ്റയും കൂടിയുണ്ട്, പേഴ്സണൽ ഒരു ഇഷ്യൂ കൂടിയുണ്ട്. ഈ ജോർജ് H.W. ബുഷ് സീനിയർ എന്ന് പറഞ്ഞില്ലേ, ജോർജ് W. ബുഷിൻ്റെ അച്ഛനാണിത്, സീനിയർ. പുള്ളി ഈ ഗൾഫ് വാർ 1991 ഗൾഫ് വാർ നടക്കുന്ന സമയത്ത് ഈ സദ്ദാമുമായിട്ട്, സദ്ദാമിനെതിരായിരുന്നു, ഞാൻ പറഞ്ഞില്ല ഇറാഖിനെതിരായിരുന്നു. അപ്പോൾ അന്ന് സദ്ദാമിനെ ശരിക്കും അവർ പുറത്താക്കേണ്ടതാണ്, പക്ഷെ സദ്ദാമിനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സദ്ദാം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അതായത് സദ്ദാമിനെ മുഴുവനായിട്ട് അവർക്ക് ഓവർത്രോ ചെയ്യാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു ചെറിയൊരു അച്ഛനെ തോൽപ്പിച്ച ആൾ, അല്ലെങ്കിൽ അച്ഛൻ ചെയ്യാൻ വിചാരിച്ചാൽ നടക്കാതെ പോയി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു അവിടെ. അതും ഒരു പോയിൻ്റാണ്. ഇനി 2003 അമേരിക്ക യുണൈറ്റഡ് നേഷൻസിൽ വന്നിട്ട് കുറച്ച് ബയോളജിക്കൽ ലാബ്സിൻ്റെ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഇതാണ് WMDs ഇറാഖിൻ്റെ കയ്യിലുള്ളത്, എത്രയും പെട്ടെന്ന് അവിടെ പോയിട്ട് നമ്മൾ ഇതെല്ലാം ന്യൂട്രലൈസ് ചെയ്യണം, രാജ്യം പിടിച്ചടക്കണം, ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇത് പണിയാണ് എന്ന് പറഞ്ഞിട്ട് UN അവിടെ പോയിട്ട് ഫേക്ക് തെളിവുകൾ കൊടുത്തു. പിന്നീട് ഇത് ഫേക്കാണെന്ന് CIA സമ്മതിച്ചു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞ് ആണ് ഇവർ പോയത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. ഇവർ 2003 പോയതാണ്. 2011 ഒഫീഷ്യൽ വാർ കഴിഞ്ഞു. ഇപ്പോഴും അമേരിക്കൻ ബേസും അമേരിക്കൻ്റെ ഏറ്റവും വലിയ എംബസിയും ബാഗ്ദാദിലുണ്ട്. ഇതുവരെ ഈ WMDs എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. 20 കൊല്ലം മേലെയായി. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഡിക് ചെയിനി എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ഡിക് ചെയിനി, സെക്രട്ടറി ഓഫ് ഡിഫൻസ് ഡൊണാൾഡ് റംസ്ഫീൽഡ്, അതേപോലെ ഡെപ്യൂട്ടി സെക്രട്ടറി ഓഫ് ഡിഫൻസ് പോൾ വോഫോവിറ്റ്സ്, ഈ 3 പേരും കൂടിയിട്ടാണ് ഇതിൻ്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ടാക്കിയത്. ഡിക് ചെയിനി ആ ഒരു സമയമാകുമ്പോഴേക്കും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം ഹൈജാക്ക് ചെയ്തു. പ്രസിഡൻഷ്യൽ പവർ എല്ലാം ഹൈജാക്ക് ചെയ്തു. എല്ലാ ഇൻ്റലിജൻസ് ബ്രീഫിങ്ങിലും, ഈ ഇൻ്റലിജൻസ് ബ്രീഫിങ്ങിലൊന്നും വൈസ് പ്രസിഡൻറ്റ് വന്ന് സാധാരണ ഇരിക്കില്ല. ആക്ച്വലി ഈ അമേരിക്കയുടെ വൈസ് പ്രസിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിഗറേറ്റീവ് പവറാണ്. പവറൊന്നുമില്ല, ചുമ്മാ ഈ പ്രസിഡൻറ്റിന് പനി വരിക, അല്ലെങ്കിൽ പ്രസിഡൻറ്റിന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ ഇവരിനെ അങ്ങോട്ട് പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. പിന്നെ അടുത്ത പ്രസിഡൻ്റ് ആവാനുള്ള ഒരു 90% ചാൻസും ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഇപ്പോൾ പവറൊന്നുമില്ല. പക്ഷേ ഡിക് ചെയിനി അങ്ങനെ ആയിരുന്നില്ല. ഡിക് ചെയിനിക്ക് ഒരുപാട് പവേഴ്സ് ഉണ്ടായിരുന്നു. ഡിക് ചെയിനി സപ്പോർട്ടേഴ്സ് ആയിരുന്നു വൈറ്റ് ഹൗസ് മുഴുവൻ. ജോർജ് W. ബുഷ് ഒരു ചെറുപ്പക്കാരൻ, മറ്റേ പയ്യൻ, ആ ഒരു അങ്ങനത്തെ ഒരു ചെറുപ്പക്കാർ പറഞ്ഞാൽ അവിടെ ഉള്ളതിൽ വെച്ച് ഒരു ചെറുപ്പക്കാരിട്ടോ, വലിയ ചെറുപ്പക്കാരനൊന്നുമല്ല, അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ വൈറ്റ് ഹൗസ് സ്റ്റാഫിൻ്റെ അകത്ത് തന്നെ. ബാക്കിയുള്ള ഈ സെക്രട്ടറി ഓഫ് ഡിഫൻസും CA ഹെഡും എങ്ങനെയുള്ള എല്ലാവരുടെ അടുത്തും നമ്മുടെ ഡിക് ചെയിനിക്ക് ഭയങ്കര പവറായിരുന്നു. ഡിക് ചെയിനി ഹാലിബർട്ടൺ എന്ന് പറഞ്ഞിട്ട് 1995 മുതൽ 2000 വരെ ഉള്ള ഒരു 2000 വരെ കാലഘട്ടത്തിൽ ഒരു കമ്പനിയുടെ CEO ആയിരുന്നു. ഹാലിബർട്ടൺ എന്നാണ് ആ കമ്പനിയുടെ പേര്. പുള്ളിയുടെ കയ്യിൽ ഇഷ്ടംപോലെ ഹാലിബർട്ടൻ്റെ സ്റ്റോക്കുണ്ട്. CEO ആകുമ്പോൾ സ്റ്റോക്ക് കിട്ടും, അതിപ്പോൾ ചേരുമ്പോഴും കിട്ടും, ഓരോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്താൽ കിട്ടും. എന്ത് കമ്പനിയാണിത്? ഇത് ലോജിസ്റ്റിക്സും ഓയിലിൻ്റെ പരിപാടികൾ, ഓയിലിൻ്റെ സർവീസ് ചെയ്യുന്ന ഓയിൽ ഇൻഡസ്ട്രിയിലുള്ള ഒരു കമ്പനിയാണ്.
ഹാലിബർട്ടണിൽ 2000 വരെ CEO ആയിരുന്ന ആളാണ് ഡിക് ചെയിനി. അത് കഴിഞ്ഞിട്ടാണ് പുള്ളി പൊളിറ്റിക്സിലും മറ്റേലൊക്കെ വരുന്നത്. ഇറാഖ് വാർ തുടങ്ങിയതിന് ശേഷം ഹാലിബർട്ടന് $39 ബില്യൺ ഡീല് കിട്ടി. ആര് കൊടുത്തു? ഡിക് ചെയിനി കൊടുത്തു. ഡിക് ചെയിനിൻ്റെ കയ്യിൽ എന്താ ഉള്ളത്? ഹാലിബർട്ടൻ്റെ സ്റ്റോക്സ്. ഹാലിബർട്ടൻ്റെ സ്റ്റോക്സ് ഇത്രയും വലിയൊരു ഡീല് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് പോയിട്ട് 4 ഇരട്ടി, 10 ഇരട്ടി, 15 ഇരട്ടി, 20 ഇരട്ടിയായി മുകളിൽ പോയി നിന്നു. ആ ചാർട്ട് എടുത്ത് നോക്കി അതൊക്കെ മനസ്സിലാവും. ആ ഒരു കാലഘട്ടം ഇറാഖിൻ്റെ ഉള്ള എല്ലാ കോൺട്രാക്ട്സും, മിലിറ്ററി കോൺട്രാക്ട്സ്, ലോജിസ്റ്റിക്സ് കോൺട്രാക്റ്റ്, ഈ പെട്രോ ഡോളർ മറ്റേ എഗ്രിമെൻറ്റ് നിർത്തിയല്ലോ, അതിനെ തിരിച്ചു കൊണ്ടുവന്നു. അതേപോലെ എക്സോൺ മൊബൈലും BP-യും, ബ്രിട്ടീഷ് പെട്രോളിയം ഉണ്ടല്ലോ, ഈ ബ്രിട്ടീഷ് പെട്രോളിയം എക്സോൺ മൊബൈലിനും അവിടുത്തെ ഈ ഓയിൽ റിഫൈനറീസിൽ നിന്ന് ഓയിൽ അവർക്ക് സെല്ല് ചെയ്യാനുള്ള റൈറ്റ്സും കൊടുത്തു. ഒന്ന് അമേരിക്കൻ കമ്പനി, രണ്ടാമത് ബ്രിട്ടീഷ് കമ്പനി. ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയത് ആരാണ്? ഹാലിബർട്ടൺ അവരുടെ എന്താ പറയുക, അവരുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും പൈസ അവരുണ്ടാക്കിയിട്ടില്ല. 2003 മാർച്ചിലാണ് അവിടെ ഇവർ പോയത്. 2003 ഡിസംബറിൽ തന്നെ സദ്ദാം ഹുസൈനെയൊക്കെ പിടിച്ചു. ഓക്കെ, റെഡ് ഡോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ സദ്ദാം ഹുസൈനെ പിടിച്ചു. 2006 പുള്ളിനെ തൂക്കിലേറ്റുകയും ചെയ്തു. ഇതൊരു വലിയ യുദ്ധമാണ്, നിൽക്കണേയില്ല. ഓക്കെ, എപ്പോൾ തുടങ്ങി? 2003 തുടങ്ങിയാണ്. അവർ വന്ന കാര്യമൊക്കെ അപ്പം തന്നെ കഴിഞ്ഞു. സദ്ദാം ഹുസൈനെയും പിടിച്ചു, മറ്റേ തൂക്കിൽ കയറ്റി. പിന്നെ എന്തിനാണോ അവിടെ നിൽക്കുന്നത് വെച്ചാൽ, അത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ വെറുതെ അവർക്ക് എന്തായാലും അവിടെ പോയതല്ലേ. ഹാലിബർട്ടണ് കാര്യൻ്റെ ഫുള്ള് ഈ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ സംഭവമൊക്കെ ഉണ്ടെന്ന്. ഇവരെന്നെ ബോംബിടും, എന്നിട്ട് ഇവരെന്നെ ഞങ്ങളത് കെട്ടിത്തരാമെന്ന് പറയും. ആ സ്ഥലത്തിൻ്റെ കുറച്ച് ലീസ് ഞങ്ങൾക്കൊരു 100 വർഷം തരേണ്ടി വരും എന്ന് പറയും. അപ്പോൾ ആൾക്കാരുടെ പൈസ ഒന്നും ഉണ്ടാവില്ല, ബോംബ് ഇട്ടിട്ട് ബാങ്കും ഒക്കെ പൊളിഞ്ഞ് കിടക്കുകയായിരിക്കും. അപ്പോൾ ഇവർ പറയും, ഓ നിങ്ങൾ കെട്ടി തന്നോ, സ്ഥലമല്ലേ തരാൻ പറയും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാരൊക്കെ പോകുമ്പോൾ അവർ ഇഷ്ടത്തിന് അതൊക്കെ പൊളിച്ചിട്ട് അവർ വേറെ അവരുടെ വല്ല സാധനം കിട്ടും. ഇതന്നെയാണ് നടക്കുന്നത്. 2011 നിർത്തി, ഒഫീഷ്യൽ നിർത്തി എന്ന് പറഞ്ഞില്ലേ, ആക്ച്വലി നിർത്തിയോ? ഇല്ല. നിങ്ങളൊന്ന് അടിച്ചു നോക്കിയാൽ വെൻ ഡിഡ് ഇറാഖ് വാർ സ്റ്റോപ്ഡ് എന്ന് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ 2011 വരും. ഒന്നുകൂടെ അടിച്ചു നോക്കുക, ഇസ് ഇറ്റ് റിയലി ഓവർ US ഇറാഖ് വാർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ആൻസറാണ് ഇല്ല. 2014 ഐസിസ് അവിടെ ഭയങ്കരമായിട്ട് സ്പ്രെഡായി. ഐസിസിനെതിരെ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറച്ച് ട്രൂപ്സിനെ അങ്ങോട്ട് അയച്ചു. ഇപ്പോഴും അവിടെ ഉണ്ട് അമേരിക്കൻ മിലിറ്ററിയുടെ അന്നുള്ള അത്രയൊന്നുമില്ല, ഹൺഡ്രഡ്സ് ഓഫ് സോൾജേഴ്സ് ഇപ്പോഴും ഇറാഖിൽ ഡിപ്ലോയിഡ് ആണ്. പിടിയിട്ടില്ലേ? ഇതേപോലെ തന്നെയാണ് ഉക്രൈൻ്റെ കാര്യം. ഉക്രൈനിലേക്ക് പട്ടാളക്കാരനെ വിടുന്നില്ല എന്നേ ഉള്ളൂ. കാരണം ഈ പട്ടാളക്കാരനെ വിടുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഈ പട്ടാളക്കാർ പോലെ മനുഷ്യന്മാരാണ്, അവർക്ക് ബുദ്ധിയുണ്ട്, അവർക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റും. ഇതുപോലെ ഇപ്പോൾ വന്നിരുന്ന് ചോദിക്കില്ലേ, ഞങ്ങൾ എന്തിനാണ് ഇറാഖിലേക്ക് പോയത്, വി നീഡ് ആൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പട്ടാളക്കാർ ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇനിയിപ്പോൾ ഉക്രൈനിലേക്ക് വിട്ടാൽ അവർ വന്ന് തിരിച്ച് ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ പട്ടാളക്കാരനെ വിടുന്നില്ല, ബൂട്ട്സ് ഓൺ ഗ്രൗണ്ട് എന്ന് പറയും. പട്ടാളക്കാരനെ വിടുന്നില്ല, അതിന് പകരം ഈ തിരിച്ച് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത ഡ്രോൺസ്, അങ്ങനത്തെ ഈ പാലന്റിയർ കമ്പനിയില്ല, അതുപോലെ അവരുടെ AI, പ്രഡിക്റ്റീവ് AI, അങ്ങനത്തെ സാധനങ്ങളിലേക്ക് വിടുക. അതാകുമ്പോൾ പിന്നെ ചോദ്യം പറിച്ചില്ലൊന്നുമില്ലല്ലോ. അതാണ് ഇപ്പം ചെയ്യുന്നത് ഉക്രൈൻ്റെ കേസിൽ. എപ്പോഴും യുദ്ധം അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കണം. ഒന്ന് കഴിയുമ്പോൾ ഈ കമ്മ്യൂണിസത്തിനെതിരെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാർ ഓൺ ടെറർ വരണം. ഇനി വാർ ഓൺ ടെറർ കഴിഞ്ഞ് ഇനി വേറെ എന്തെങ്കിലും വരും. ആഫ്രിക്കയിൽ എപ്പോഴും സമാധാനമില്ല, അതുപോലെ മിഡിൽ ഈസ്റ്റിൽ എപ്പോഴും സമാധാനമില്ല. സമാധാനം ഇല്ലാണ്ട് ഇരിക്കാൻ ആർക്കൊക്കെയോ ആവശ്യമുണ്ട്. അവരുടെ ഹോൾ ബിസിനസ്സാണത്. സമാധാനം നാട്ടിൽ മുഴുവൻ വന്നു കഴിഞ്ഞാൽ അവർ ഡോർ ക്ലോസ് ചെയ്ത് പൂട്ടി സീൽ വെച്ച് പൂട്ടി പോകേണ്ടി വരും. അത് ചെയ്യുമോ അവർ? $1 ട്രില്യൺ ബിസിനസ്സാണ് അവർ നടത്തുന്നത്. അങ്ങനെ ചെയ്യാൻ ആരെങ്കിലും സമ്മതിക്കുമോ? ഇല്ല. ഇത് മനസ്സിലാക്കിയാൽ മതി. ഇത് നമുക്ക് എവിടെ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഇനി ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി.
എന്തെങ്കിലും ഒരു യുദ്ധം വന്നു, ആരുടെ കയ്യിൽ നിന്നാണ് ഇവർ ഈ സാധനം മേടിക്കുന്നത്? ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് അവരെന്തെങ്കിലും മാറാൻ നോക്കിയിട്ടുണ്ടോ? ഇപ്പം തായ്ലൻഡും കംബോഡിയൻ്റെ കാര്യം ഞാൻ ഇതുപോലെ ഒരു ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതായത് തായ്ലൻഡുകാർ അമേരിക്കയായിട്ട് ഒരു ഡീലൊക്കെ ഉണ്ട്, പക്ഷെ എന്നിട്ടും അവർ ചൈനയിൽ നിന്നാണ് കൂടുതൽ സാധനം മേടിക്കുന്നത്, വെപ്പൺസ്. കംബോഡിയക്കാർ ഫുള്ള് ചൈനയിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ തായ്ലൻഡിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററോ പ്രസിഡൻറ്റോ എന്തോ ഒരു ചങ്ങായിനെ പീറ്റ് ഹെഗ്സത്ത്, ഇപ്പോഴത്തെ സെക്രട്ടറി ഓഫ് ഡിഫൻസ്, ഷാങ്ക്രീല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻസ് ഒരു മീറ്റിങ്ങിൽ എന്തോ പോയിട്ട് ഒഫീഷ്യൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ ഒറിജിനൽ പ്രൈം മിനിസ്റ്ററിന് ഒരു ലീക്ക്ഡ് ഫോൺ കോൾ വന്നിട്ട് ആ പ്രൈം മിനിസ്റ്ററിന് സ്ത്രീയാണ്, അവരെ പുറത്താക്കി. ഈ ഡെപ്യൂട്ടി ഈ അമേരിക്കൻ സെക്രട്ടറി ഓഫ് ഡിഫൻസിനെ മീറ്റ് ചെയ്തില്ലേ, ആ മീറ്റ് ചെയ്ത ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇപ്പോൾ അവിടുത്തെ പ്രൈം മിനിസ്റ്ററാണ്. ഇനി അയാൾ തീരുമാനിക്കും ഈ യുദ്ധത്തിൻ്റെ സമയത്ത് ഇനി എവിടുന്ന് സാധനം പെട്ടെന്ന് മേടിക്കണമെന്ന്. ഇത്ര എളുപ്പമാണ്, നമുക്കിതൊക്കെ നമ്മുടെ കണ്ണിന് മുന്നിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി. എന്ത് യുദ്ധം വന്നാലും നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കേണ്ടത്, ഈ തോക്കും ഈ മറ്റു സാധനങ്ങളൊക്കെ ഇല്ലേ, ഭയങ്കര വിലയാണ് ഇതിനൊക്കെ. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ തീവ്രവാദികൾ, ഈ ഐസിസിൻ്റെ മറ്റേ ട്രെയിനിങ് ക്യാമ്പ് എന്നൊക്കെ അൽഖയ്ദ ട്രെയിനിങ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരുടെ കയ്യിലും മറ്റേ AK-47 മറ്റേ AR-15 അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ തോക്കുകളില്ലേ, ഇങ്ങനത്തെ കുറേ തോക്കുകളുണ്ടാവും. ഈ തോക്കിനൊക്കെ ഭയങ്കര വിലയാണ്. ഒരു ആവറേജ് എടുത്തതിന് $500 വരും ഒരു തോക്കിന് മാത്രം, ഉണ്ടെങ്കിൽ വേറെ വില. ഒരു ആവറേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബ്ലാക്ക് മാർക്കറ്റിലൊക്കെ തോന്നിയ വിലയായിരിക്കും. അപ്പോൾ ഈ ആഫ്രിക്കക്കാരൻ്റെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും വൻ തോക്കുകളും. ഇതിനുള്ള പൈസ എവിടെ? ആഫ്രിക്കക്കാരൻ്റെ കയ്യിൽ പിന്നെ ഡയമണ്ട്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ തീവ്രവാദികളുടെ നിന്നൊക്കെ പൈസ എവിടെ? അത് ഈ ഡ്രഗ് മണിയും മറ്റേ മണിയൊക്കെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, ആ ഒരു മണി നമ്മൾ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അത് എത്തും, ഇതെവിടെയാണ് ഈ സാധനം വരുന്നത്, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങൾ എന്തെങ്കിലും ഒരു യുദ്ധം തുടങ്ങി, എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഹൂ ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദിസ് ആൻഡ് എന്താണ് ഇവിടുത്തെ ഒരു വെപ്പൺ ഗെയിം എങ്ങനെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് ഇവിടെ എങ്ങനെ വർക്ക് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ഇനി കുറച്ച് കാര്യം കൂടിയുണ്ട്. ഈ ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫോൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ്റെ 2-3 എക്സാമ്പിൾസ് ഞാൻ ഗൾഫ് ഓഫ് ദ ടോങ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ഥലത്തെ വിയറ്റ്നാം യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞു. 1964 അമേരിക്കൻ ഡിസ്ട്രോയേഴ്സ് കപ്പലുകളിനെ അറ്റാക്ക് ചെയ്തു വിയറ്റ്നാംകാർ, ബോട്ടിൽ വന്നിട്ട് ടോർപീഡോസ് വിട്ടു എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അതേപോലെ ഓപ്പറേഷൻ നോർത്ത് വുഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് 1962. ഒറിജിനൽ ഡോക്യുമെൻ്റ് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. നിങ്ങളുടെ ഗവൺമെൻറ് നിങ്ങളുടെ ഒരു വലിയൊരു സിറ്റിയിൽ ബോംബിടാൻ നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്തിട്ട് അത് ക്യൂബയുടെ മേലെ കെട്ടിവെക്കാൻ നോക്കി എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് നാളെ വന്നു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ റിയാക്ഷൻ എന്തായിരിക്കും? ഇനി ഈ ഗവൺമെൻറ്റിന് നമ്മളെങ്ങനെ വിശ്വസിക്കും? സ്വന്തം സിറ്റിസൻസിനെ ഇവർ തന്നെ കൊല്ലും, എന്നിട്ട് ഇവർ പറയും കൊന്നത് ആ രാജ്യമാണ്. ഇവർ തന്നെ ആ പ്രസിഡൻറ്റും ന്യൂസിലും മീഡിയസിലെല്ലാം വന്നിട്ട് ആൾക്കാർ പറയും. അങ്ങനെ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ. ഓപ്പറേഷൻ നോർത്ത് വുഡ്സ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ നോക്കാം, ഒരുപാട് അതിൽ പറയാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു തന്നുള്ളൂ. ഇനി സ്റ്റോക്ക് മാർക്കറ്റ് മാനിപ്പുലേഷൻ. സ്റ്റോക്ക് മാർക്കറ്റ് അറിയാലോ, ഈ എല്ലാം ഈ ഷെയർ ഹോൾഡർ വാല്യൂ എങ്ങനെ കൂട്ടാം എന്നാണ് ഈ എല്ലാ കമ്പനികൾക്കും നോക്കേണ്ടത്. ഇറാഖ് വാറിനും സമയത്തും ശരി, അതിന് മുന്നേയും ശരി, എപ്പോഴും എന്തെങ്കിലും യുദ്ധം നടക്കുന്ന മുന്നേ അല്ലെങ്കിൽ അമേരിക്ക ഒരു യുദ്ധത്തിന് പോകുന്നു എന്ന് ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് വരുന്നതിന് മുന്നേ ഈ ഹാലിബർട്ടനും RTX കോർപ്പറേഷനും ലോക്കിഡ് മാർട്ടിനും നോർത്തറോപ്പും എല്ലാം നല്ല രീതിയിൽ മൂവ്മെൻറ്റ്സ് വരും. ബയേഴ്സ് കൂടുതലായിരിക്കും. കാരണം കുറേ പേർക്ക് അറിയാം ഇത് നേരത്തെ. അമേരിക്കയിൽ പൊളിറ്റീഷ്യന്മാർക്ക് ഷെയർസ് ഒഫീഷ്യലി മേടിക്കാൻ പറ്റും, അതിന് ഒരു റെസ്ട്രിക്ഷനും ഇല്ല. ഇന്ത്യയിലും അങ്ങനെ തന്നെ ആണെന്ന് തോന്നുന്നു. പക്ഷെ അവിടെ കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ്, ആർക്ക് എപ്പോഴൊക്കെ എന്തൊക്കെ മേടിച്ചു എന്ന് ലൈവായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് പൊളിറ്റീഷ്യന്മാർ ഒരു ഇൻഫർമേഷൻ വരുന്നതിന് മുന്നേ തന്നെ അവരത് എളുപ്പമല്ലേ. ഇപ്പം നാളെ നിങ്ങളൊരു പൊളിറ്റീഷ്യനായി, നിങ്ങൾക്കൊരു കാര്യം അറിയാം. ഇപ്പോൾ എന്താ പറയുക,
ഇപ്പോൾ ഷുഗറിൻ്റെ GST കൂട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ ഷുഗറിൻ്റെ GST അങ്ങനെ എന്തെങ്കിലും ടാക്സ് കൂട്ടാൻ പോകുന്നു. അപ്പോൾ ഷുഗറിൻ്റെ ഇഷ്ടംപോലെ കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഇനി ടാക്സ് കൂട്ടുമ്പോൾ അവരുടെ പ്രൊഡക്ഷൻ അവർക്ക് ലോസ് കൂടും. അപ്പോൾ ഈ സ്റ്റോക്ക് ശരിക്കും ഇടിയാൻ സാധ്യതയുണ്ട്. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് നേരത്തെ അറിയാം, ഒരാഴ്ച മുന്നേ അറിയാം. നിങ്ങൾ എന്ത് ചെയ്യും? ഒന്നെങ്കിൽ സ്റ്റോക്ക് ബൈയിങ് സെല്ലിങ്ങും പിന്നെയും നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഈ ഓപ്ഷൻസ് ട്രേഡിംഗ് ഒന്നും അങ്ങനെ ഒരു എളുപ്പത്തിൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓപ്ഷൻസും ട്രേഡിങ്ങിലും ഓപ്ഷൻസിലും ഫ്യൂച്ചേഴ്സിലും നിങ്ങൾ പൊസിഷൻസ് ഇടും, ഈ സ്റ്റോക്ക് ഇടിയും എന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം വരും. ഇപ്പോൾ ഉക്രൈൻ വാർ വന്നു, അപ്പോൾ ലോക്കിഡ് മാർട്ടിൻ്റെ കുറച്ച് പ്രോഡക്ട്സ് ഒരു യുക്രൈനിക്ക് കൊടുക്കണു എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ലോക്കിഡ് മാർട്ടിൻ്റെ സ്റ്റോക്ക് കൂടും. അത് നേരത്തെ അറിയുന്നവർ അത് മേടിച്ചിടും. ഈ സ്റ്റോക്ക് മേടിക്കുന്നതും വിൽക്കണേക്കാളും ആൾക്കാർ പൈസ ഉണ്ടാക്കും ഈ ഓപ്ഷൻസും ഫ്യൂച്ചേഴ്സിലാണ്. അത് അത്ര നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഒരാളുടെ ഇത് ട്രാക്ക് ചെയ്യാനും പറ്റില്ല. അത് വേറെ സംഭവമുണ്ട്. ഇനി ഈ മീഡിയയ്ക്കും ഇതിൽ വലിയൊരു റോളുണ്ട്. ഈ മീഡിയക്കാരൻ അറിയില്ല, മെയിൻ സ്ട്രീം മീഡിയക്കാരന് ഇങ്ങനത്തെ ഒരു നട്ടലില്ലാത്തൊരു മരുമാർ വേറെ ലോകത്തില്ല. ഈ ഇറാഖ് വാറിൻ്റെ സമയത്ത് ഇൻഡിപെൻഡൻ്റ് അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഈ പട്ടാളക്കാർ വന്നിട്ട് ന്യൂസ് ചാനൽ ഡിബേറ്റ്സിലും മറ്റേതിലൊക്കെ വന്ന് ഇരുന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ അവിടുത്തെ നിരീക്ഷകൻ എന്ന് പറയില്ലേ, എല്ലാത്തിനും നിരീക്ഷിക്കുന്ന കുറച്ച് ആൾക്കാർ, ഇൻഡിപെൻഡൻ്റ് അനലിസ്റ്റ്. അവസാനം പുറത്ത് വന്നു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും ഇൻഡിപെൻഡൻ്റേ അല്ല. അവർക്ക് ഈ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിൻ്റെ പല കമ്പനീസിൽ നിന്നും അവർക്ക് ഇഷ്ടം പോലെ പൈസ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്തിന്? ഈ യുദ്ധം സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു പാനിക് എപ്പോഴും ഉണ്ടാക്കണം. ഇറാൻകാരിതാ നാളെ അമേരിക്ക അറ്റാക്ക് ചെയ്യാൻ വരും, ഇന്ന് അൽ-ഖ്വയ്ദ വന്നു, നാളെ ഇറാഖ് വരും, സദാം ഹുസൈൻ വന്ന് ഇവിടെ കെമിക്കൽ ബോംബ് ഇടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 10 പേര് കേട്ടാൽ അതിലൊരു 5 അല്ലെങ്കിൽ 6 പേര് പേടിക്കും. പേടിക്കും. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ മാറും. ഇതന്നെ അപ്പോൾ 50 ദിവസം വന്ന് പറഞ്ഞാലോ, വേറെ ആൾക്കാർ വന്ന് പറഞ്ഞാലോ, എന്ത് എളുപ്പമാണ്. ഇതന്നെയല്ലേ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. വാർ സെല്ലിംഗ് ആണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നല്ല വൃത്തിക്ക് ഇവർ ചെയ്തു. അതിന് ഇൻഡിപെൻഡൻ്റ് അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വന്നു. അവസാനം എല്ലാവർക്കും മനസ്സിലായി ഇവർ പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രൂഫൊക്കെ വെളിയിൽ വന്നു. എത്ര മാനക്കേടാ. എന്നിട്ട് ഇപ്പോഴും നിർത്തുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴും അതന്നെ. ഇപ്പം ആങ്കേഴ്സ് തന്നെ സെല്ല് ചെയ്യുന്നുണ്ട് വാർ. ഇനിയിപ്പോൾ പുറത്തുനിന്ന് ആൾ വേണ്ട, ഞങ്ങൾ തന്നെ ചെയ്യാം. എന്തിനു കാശ് പുറത്ത് കൊടുക്കുന്നത്? ഞങ്ങൾ ചെയ്യാലോ. ആ ഒരു ലെവലാണ് ഇപ്പം മീഡിയ ഉള്ളത്. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ കാര്യങ്ങൾ. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, യുദ്ധവും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല, ഒരു തേങ്ങ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇറ്റ്സ് എ $1 ട്രില്യൺ ബിസിനസ്. $1 ട്രില്യൺ എ ഇയർ, അതായത് മൊത്തം $1 ട്രില്യൺ ഒരു കൊല്ലം. $1 ട്രില്യൺ ബിസിനസ്സാണിത്. ഇതൊരിക്കലും അവസാനിക്കില്ല. ഇത് അവസാനിച്ചാൽ ആൾക്കാരുടെ പണിയൊക്കെ പോവും. അത് വേറെ പ്രശ്നമാവും, എക്കണോമിക് ഡിസാസ്റ്റർ ആവും അത് അവസാനം. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഇതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ പറയും ട്രംപ് യുദ്ധം നിർത്താം. ട്രംപ് എന്തൊക്കെ തള്ളുവാൻ്റെ വന്ന് ഞാൻ ഒരു ദിവസം കൊണ്ട് യുക്രൈൻ റഷ്യ വാർ നിർത്താൻ പറ്റില്ല. നിർത്തിക്കഴിഞ്ഞാൽ ഇവരുടെ കമ്പനി തന്നെയാണ് പൂട്ടിപ്പോവുക. അവരുടെ കമ്പനിക്ക് നഷ്ടം വരും. അമേരിക്കൻ കമ്പനിക്ക് നഷ്ടം വന്നാൽ അമേരിക്കക്കാരുടെ ജോലി പോവും. അമേരിക്കക്കാരുടെ ജോലി പോയാൽ ഒരു റിസഷൻ വരും. മനസ്സിലായില്ലേ? ഈ ഒരു കമ്പനി ലോക്കിഡ് മാർട്ടിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യണവന്മാർ മാത്രമല്ല, അതിൻ്റെ ലോജിസ്റ്റിക്സ്, അതിൻ്റെ ആ പാർട്ട് ഈ പാർട്ട് മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ മിലിറ്ററി കോമ്പോണൻസ് ഒന്നും ഈ പുറത്ത് ചൈനയിൽ കൊടുത്തിട്ട് മാനുഫാക്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം അവർക്ക് ലോക്കലി ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ തന്നെ അതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അത് ചെറിയ കാര്യം തൊട്ട് അതിൻ്റെ ഒരു നട്ടും ബോൾട്ട് ഉണ്ടാക്കണത് തൊട്ടിട്ട് അതിൻ്റെ അതിൻ്റെ ചെറിയ ലോജിസ്റ്റിക് സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുവയ്ക്കണോ, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ആ ഒരു കമ്പനി പൂട്ടിപ്പോയാൽ എന്താ അവസ്ഥ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇതൊന്നും നിർത്താനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊക്കെ മനസ്സിലാക്കുക,
എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ഷെയർ മേടിച്ചിടുക. ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ യുദ്ധം വരുമ്പോൾ നമുക്ക് ഇങ്ങനെ പൈസ കിട്ടിക്കൊണ്ടിരിക്കും. അത്ര നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക, അത് ഫസ്റ്റ്. പിന്നെ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ഷെയർ മേടിച്ചിടുക. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കുക, ഫസ്റ്റ് പോയിൻ്റ് അത്. എന്ത് യുദ്ധം, എന്ത് പ്രശ്നം, എന്ത് നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബാക്കിൽ എന്തോ ഉണ്ട്. ഇതൊന്നും ഇങ്ങനെ ഒരു ദിവസം ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്ന സാധനമല്ല. ഇത്രേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് വീഡിയോ, അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലത്തെ കുറേ ടോപ്പിക്സ് നമുക്ക് ഈ ശരിക്കും ഇറാഖ് വാർ തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. ചെയ്യാം, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ.